പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് വീണ്ടും ദൈവവചന പഠനവുമായിട്ട് ഒരുമിച്ച് കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഇതിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിലാണ് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ എടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്നെ സഹായിച്ചു. താൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ നോട്ടുകളും നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുവാൻ ഇടയായി തീർന്നു. വളരെ ആത്മാർത്ഥതയോടെ താൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും ദൈവം തന്നെ ശക്തീകരിക്കേണ്ടതിന് തൻ്റെ ക്ലാസ്സുകൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന്, പിന്നീട് ഇത് യൂട്യൂബിലൂടെ ഒക്കെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് നമുക്ക് തൻ്റെ ക്ലാസ്സിനെ ഓർത്തുകൊണ്ട് തന്നെ വഹിച്ചുകൊണ്ട് എല്ലാവർക്കും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ചുരുക്കമായി പ്രാർത്ഥിക്കാമല്ലോ. അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കാം ആരെങ്കിലും ഒരാൾ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം 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 ഹല്ലേലൂയ. നന്ദിയോടെ ആരായിരുന്നു പ്രാർത്ഥിച്ചേ? പ്രിയ മേഴ്സി കുഞ്ഞുമോൻ പ്രാർത്ഥിച്ചാട്ട്. സിസ്റ്റർ മേഴ്സി കുഞ്ഞുമോൻ പ്രാർത്ഥിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവേ സ്തോത്രം സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ കർത്താവേ, നല്ല സമയത്തിന് ഞങ്ങൾ നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് രാത്രി കർത്താവേ ദൈവമേ, ഞങ്ങളുടെ കർത്താവേ ബൈബിൾ ക്ലാസ്സോടനുബന്ധിച്ച് കർത്താവേ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലിരുന്ന് കർത്താവേ വചനം പഠിക്കുന്ന ഓരോ ദൈവമക്കളെയും കർത്താവേ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവമായ കർത്താവേ, വചനങ്ങൾ കർത്താവെ പഠിക്കുമ്പോൾ കർത്താവെ അങ്ങയുടെ നാമത്തിനുണ്ട് അധികമായി പ്രയോജനപ്പെടുവാൻ നിൽക്കണപ്പാ. ഞങ്ങളെ ഓരോരുത്തരെ സ്വർഗത്തിലെ പ്രസംഗാരങ്ങളിൽ ഉപയോഗിക്കണമേ. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, ഇന്ന് രാത്രി കാലം ദൈവമായ കർത്താവ് വചനം കർത്താവെ പഠിപ്പിക്കുന്ന ദേവദാസനെ കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചിരുന്ന കർത്താവേ. ആമേൻ. കർത്താവേ ഹല്ലേലൂയ. കർത്താവ് ഓരോ ദേവദാസന്മാരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ലാലു പാസ്റ്റർക്കാർ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഷാജി പാസ്റ്റർക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നല്ല കർത്താവെ ദേവദാസന്മാരെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കണം കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു സിസ്റ്റർ മേഴ്സി കുഞ്ഞുമോൻ. പലപ്പോഴും പലരുടെ പേര് പറയുമ്പോൾ അവർ അൺമ്യൂട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് നേരിടുന്നതുകൊണ്ടാണ് ആരെങ്കിലും പ്രാർത്ഥിക്കാൻ പറയുന്നത്. അപ്പോൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല സേവനങ്ങൾക്കായും സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ ഓർപ്പിച്ചതുപോലെ നമ്മുടെ നാളെ വൈകിട്ട് നമ്മുടെ ചാപ്പൽ സർവീസ് ഉണ്ടായിരിക്കുന്നതാണ്. കർത്താവിന്റെ ദാസൻ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സിസ്റ്റമാറ്റിക് തിയോളജിയും ഒക്കെ നമ്മളെ ദീർഘമായി പഠിപ്പിച്ച അനുഗ്രഹീതനായ ദൈവദാസൻ PG മാത്യൂസ്, അദ്ദേഹം നാളെ വൈകിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നതാണ്. എനിക്കറിയാം നാളെ 8 മണി എന്നുള്ളത് പല പ്രിയപ്പെട്ടവർക്കും ഈവനിങ്ങിൽ അവർക്ക് മീറ്റിംഗ് ശനിയാഴ്ച വൈകിട്ട് യോഗം ഒക്കെ ഉണ്ടെന്നറിയാം. എങ്കിലും നിങ്ങൾ കഴിവതും കയറുക. അതോടൊപ്പം തന്നെ ന്യൂയോർക്കിൽ നിന്നുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബം എലിസബത്ത് തോമസ് ആൻഡ് ഫാമിലി, അപ്പോൾ ഹസ്ബൻഡും മക്കളും എല്ലാം നല്ല പാട്ടുകാരാണ്. അവർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ നമ്മളൊരു എന്നും നമ്മൾ തന്നെ ആകാതെ ഒരു ചേഞ്ച് ആകട്ടെ എന്നോർത്താ. ഒരു ആൾക്കാരൊക്കെ ഇച്ചിരി കുറയുന്നു. അപ്പൊ ഞാൻ നിങ്ങളെയൊക്കെ ഒന്ന് കണക്കിലെടുത്താണ് പെട്ടെന്ന് ഒരു ചേഞ്ച് ഒക്കെ ആക്കി. എന്നും നമ്മൾ തന്നെ പറയുമ്പോൾ ഒരുപക്ഷെ ആവർത്തനം വരുന്നത് കൊണ്ടായിരിക്കാം നമ്പറുകളൊക്കെ തുളയുന്ന ഒന്ന് ആശങ്ക. അതുകൊണ്ടാണ് നമ്മളൊരു ചേഞ്ച് ഒക്കെ ചെയ്യുന്നത്. നാളെ വൈകിട്ട് കർത്താവിന്റെ ദാസൻ PG മാത്യൂസും ആ കുടുംബവും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സാക്ഷി പറയുവാനും ഒക്കെയുള്ള അവസരമുണ്ട്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം തുടർന്നുള്ള ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. വളരെ ബഹുമാനത്തോടെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജൻ പാറക്കടവിലിനെ തുടർന്നുള്ള ക്ലാസ് കണ്ടക്ട് ചെയ്യുവാനായി ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും കേൾക്കാം എന്ന് വിചാരിക്കുന്നു. ഇതൊരു സ്തോത്രം പറയുമോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമുക്ക് കൂടുവാൻ ദൈവം അവസരം ഒരുക്കിയല്ലോ. വളരെ ക്രമീകൃതവും സിസ്റ്റമാറ്റിക് ആയിട്ട് നടന്നു വരുന്ന ഈ ക്ലാസ് നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമാവുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്.
പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രായോഗിക തലത്തിൽ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളിൽ അത് നന്നായി വിനിയോഗിക്കുവാൻ ഇടയായി തീരണം. ലഭിക്കുന്ന നോട്ടുകളിൽ നിന്നും അല്ലെങ്കിൽ ലഭിക്കുന്ന അറിവുകളിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടേതായിരിക്കുന്ന ഒരു ചിന്താധാരയോ അല്ലെങ്കിൽ ഒരു പ്രസംഗമോ അല്ലെങ്കിൽ ഒരു ചിന്തയൊക്കെ ഉണ്ടാക്കി നോക്കണം. അങ്ങനെയാണ് നമ്മൾ പരിശീലിച്ച് വിജയിക്കുന്നത്. അത് നിങ്ങൾ അതിനുള്ള ശ്രമം നടത്തണം. ഇതെല്ലാം പഠിച്ച ശേഷം നമുക്ക് ചെയ്യാം എന്ന് വിചാരിക്കരുത്. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന ചെറിയ ഏത് വിഷയമായിക്കൊള്ളട്ടെ, അതിൽ നിന്നും ലഭിക്കുന്ന അറിവ് ഒരു ചാപ്പൽ സർവീസിൽ ഒരു 5 മിനിറ്റ് ഒരു പ്രബോധനമായിട്ടോ 2 വാക്കുകളൊക്കെ ആയിട്ടോ പറയാൻ ഇടയായിത്തീരണം. അത് ഞങ്ങൾക്കും കേൾക്കുമ്പോൾ അതൊരു സന്തോഷമാണ്. ഇത് നടത്തുന്ന പ്രിയമുള്ളവർക്കും അത് അനുഗ്രഹമാണ്, സന്തോഷമാണ്. അതുകൊണ്ട് ഇതെല്ലാം പഠിച്ചിട്ട് നമുക്ക് എല്ലാവരും പ്രസംഗിക്കാമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും 2 വാക്ക് പറയാമെന്നോ വിചാരിക്കരുത്. നമ്മളെല്ലാം ഒരു പ്രായോഗിക പരിശീലനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സജീവമാകണം എന്നുള്ള കാര്യം കൂടി ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. പൗലോസിന്റെ ദൈവശാസ്ത്ര ചിന്തകളിൽ 1-ാം ഭാഗം നമ്മൾ അതിന്റെ ആമുഖം കഴിഞ്ഞ് ദൈവശാസ്ത്ര ചിന്തകളിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായി. അതിന്റെ 1-ാമത്തെ ചിന്ത നമ്മൾ ചിന്തിച്ചത് ദൈവം എന്നുള്ളതായിരുന്നല്ലോ. അതിന്റെ നോട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വിശാലമേറിയ നോട്ടോ അല്ലെങ്കിൽ ഒരു വലിയ ഗഹനമേറിയ അല്പം കൂടി ഭയങ്കര ആഴത്തിലുള്ള പഠനത്തിലേക്ക് പോയാൽ നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തീരുകയില്ല. ഒന്നത്. രണ്ടാമത് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഗ്രഹിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൂടി ഉണ്ടാവും. അതുകൊണ്ട് അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രായോഗികമായിട്ടും അല്ലെങ്കിൽ ഇതിന്റെ പുസ്തക നിലയിലും ഒക്കെ വിഷയം സംബന്ധിച്ചുമൊക്കെ സബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇനി നമ്മൾ പ്രവേശിക്കുന്ന 2-ാമത്തെ ദൈവശാസ്ത്ര ചിന്തയായ യേശു ക്രിസ്തു വിജ്ഞാനീയം അല്ലെങ്കിൽ ക്രിസ്റ്റോളജി, പൊളൈൻ ക്രിസ്റ്റോളജി, ക്രിസ്തു വിജ്ഞാനം. എന്താണ് പൗലൂസിന്റെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ചിന്താധാര? ചിന്ത എന്താണ്? അറിവെന്താണ്? താൻ അറിഞ്ഞ ഈ ക്രിസ്തുവിനെ എങ്ങനെയാണ് തൻ്റെ ലേഖനങ്ങളിലൂടെ വായനക്കാർക്ക്, അനുവാചകർക്ക് പരിചയപ്പെടുത്തുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അഥവാ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന വായിക്കുന്ന വാചകങ്ങളിലൂടെ എങ്ങനെയാണ് പൗലോസ് തൻ്റെ അറിവിൽ ക്രിസ്തുവിനെ എങ്ങനെയാണ് താൻ ലേഖനങ്ങളിലൂടെ പരിചയപ്പെടുത്തുന്നത്? ഇതാണ് ക്രിസ്തു വിജ്ഞാനം അഥവാ വിജ്ഞാനീയമായിരിക്കുന്ന പൊളൈൻ ക്രിസ്റ്റോളജി അല്ലെങ്കിൽ പൗലൂസിന്റെ ദൈവശാസ്ത്ര ചിന്തകളിലെ ക്രിസ്തു വിജ്ഞാനം അഥവാ ക്രിസ്റ്റോളജി, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് എങ്ങനെയാണെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ശ്രദ്ധിക്കുക, പൗലൂസിന്റെ വേദശാസ്ത്ര ചിന്തകളെ മാത്രമല്ല പുതിയ നിയമത്തിന്റെ രത്ന ചുരുക്കം, ഇനി ബൈബിളിന്റെ രത്ന ചുരുക്കം എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ അതൊറ്റ വാക്കിൽ നമുക്ക് അതിനെ സംഗ്രഹിക്കാം. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷണ്യ പ്രവൃത്തിയാണ്. ക്രൈസ്റ്റ് ഈവന്റ്. ക്രിസ്തുവിലൂടെ താൻ സാധ്യമാക്കിയ അല്ലവാ ദൈവം എന്ന് പറയുന്ന ആ പിതാവാം ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ മാനവ കുലത്തിനു വേണ്ടി സാധ്യമാക്കി തീർത്ത രക്ഷണ്യ പ്രവൃത്തി, ക്രൈസ്റ്റ് ഈവന്റ്. അതാണ് വാസ്തവത്തിൽ വേദപുസ്തകത്തിന്റെയും പുതിയ നിയമത്തിന്റെയും ഒക്കെ ആകത്തുക. അത് തന്നെയാണ് പൗലൂസിന്റെ ലേഖനങ്ങളുടെ ക്രിസ്തു വിജ്ഞാനം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ പൗലൂസ് എഴുതിയിട്ടുള്ള എല്ലാ ലേഖനങ്ങളുടെയും ഒരുപക്ഷെ യാത്രാവിവരണമായി നമുക്ക് തോന്നിയേക്കാം, ഉപദേശപരമായിട്ട് തോന്നിയേക്കാം, തർജ്ജനമാകാം, ശിക്ഷാ നടപടിക്രമത്തെ കുറിച്ചാകാം, അന്നത്തെ മതപരമായ കാര്യത്തെ കുറിച്ചുള്ളതായിരിക്കാം, ആചാരാനുഷ്ഠാനങ്ങളുടെ ലംഘനത്തെ സംബന്ധിച്ചാകാം. എന്തുമായിക്കൊള്ളട്ടെ, ഇതിലൂടെയൊക്കെ താൻ ഉന്നം വെക്കുന്നത്, താൻ അതിന്റെ കേന്ദ്രബിന്ദുവായി നിന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, ക്രിസ്തുവിന്റെ രക്ഷണ്യ പ്രവൃത്തി. അതുകൊണ്ട് തന്നെ പൗലൂസിന്റെ ലേഖനങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ ചിന്ത, യേശു തന്നെ ക്രിസ്തു അഥവാ യേശു തന്നെ കർത്താവ് ഇത്യാദി ഏറ്റുപറച്ചിൽ അധിഷ്ഠിതമായ ദൂതുകളുടെ വ്യാഖ്യാനമാണ് നമുക്ക് ഈ ലേഖനങ്ങൾ കാണാൻ കഴിയുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, തനിക്ക് വെളിപ്പെട്ട, താൻ അറിഞ്ഞ
താൻ മനസ്സിലാക്കിയ തത്വങ്ങളിലൂടെയും അല്ലെങ്കിൽ കേൾവിയിലൂടെയും ഉപദേശങ്ങളിലൂടെയും അപ്പോസ്തലന്മാരുടെ പ്രഭാഷണങ്ങളിലൂടെയും ഒക്കെ താൻ കേട്ട് മനസ്സിലാക്കിയ തന്റെ സ്വന്തം അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞ ക്രിസ്തുവിനെ താൻ പരിചയപ്പെടുത്തുന്നത് യേശു തന്നെയാണ് ക്രിസ്തു എന്നുള്ളതാണ്, അല്ലെങ്കിൽ യേശു തന്നെയാണ് കർത്താവ് എന്നുള്ള ഏറ്റുപറച്ചിലാണ്ട് ദൂതാണ് ഇതിന്റെ സാരാംശം എന്ന് പറയുക. ഇനി ശ്രദ്ധിക്കുക, ക്രിസ്തുവിന്റെ അറിവിൽ അഥവാ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ പൗലൂസിനെ സ്വാധീനിച്ച പല ഘടകങ്ങളുണ്ട്. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഇതൊക്കെ പറഞ്ഞതാണെങ്കിലും ഈ ഭാഗം പറയുമ്പോൾ അതൊന്ന് പറഞ്ഞു പോകാതെ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അത് ഒന്ന് രണ്ട് കുറിയായി പറഞ്ഞു പോകുകയാണ്. അഥവാ ക്രിസ്തു വിജ്ഞാനത്തിൽ പൗലൂസിനെ സ്വാധീനിച്ചിട്ടുള്ള ഘടകങ്ങളിൽ ഒന്ന് ഹെലനിസം എന്ന ചിന്തയാണ്, അഥവാ യവനായ ചിന്ത. പൗലൂസ് കറതീർന്ന അല്ലെങ്കിൽ പൗലൂസിനെ സ്വാധീനിച്ചിട്ടുള്ള ഗ്രീക്ക് അഥവാ യവനായ ചിന്തകളിലൂടെ അതിന്റെ സാരാംശങ്ങൾ, അതിന്റെ ആകത്തുകകളൊക്കെ അല്ലെങ്കിൽ താൻ മനസ്സിലാക്കിയ ആ ചിന്തകൾ തന്റെ എഴുത്തിലൂടെ തനിക്ക് ക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ ഉള്ള ഒരു മുഖാന്തരമായി താൻ കാണുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, അന്നത്തെ ഈ ഹെലനിസ്റ്റിക് ചിന്ത അഥവാ യവനായ ചിന്തകളിൽ നിലനിന്നിരുന്ന പല അറിവുകളും അഥവാ പല ചിന്താധാരകളും ചില തത്വങ്ങളും ക്രിസ്തു വിജ്ഞാനത്തിൽ തനിക്ക് ഉപയോഗിക്കാൻ ഇടയായി. അത് തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ഹെലനിസം എന്ന് പറയുക? നമ്മൾ നേരത്തെ ചിന്തിച്ചതാണല്ലോ. ഇനി ശ്രദ്ധിക്കുക, BC 323 മുതൽ 31 വരെയുള്ള കാലഘട്ടം, ക്രിസ്തുവിന് മുമ്പ് 321 മുതൽ 31 വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ അലക്സാണ്ടർ ലോകം മുഴുവൻ തന്റെ വാളിന് ഇരയാക്കി ലോകം മുഴുവൻ താൻ പിടിച്ചടക്കുന്ന ഒരു സമയം. തന്റെ വിജയത്തിന് ശേഷം കേവലം രാജ്യങ്ങളെ കവർന്നെടുക്കുകയോ പിടിച്ചടക്കുകയോ അധികാരങ്ങളെ കവർന്നെടുക്കുകയോ അതുപോലെ തന്നെ ആളുകളെ തടവിലാക്കുകയോ വസ്തുവകകളോ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് താൻ ശേഖരിക്കുകയോ മാത്രമായിരുന്നില്ല തന്റെ അദമ്യമായ അല്ലെങ്കിൽ തന്റെ വിജയത്തിന്റെ തന്റെ യുദ്ധത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്ന് പറയുന്നത്. മറിച്ച് ലോകം മുഴുവൻ ഒരു സംസ്കാരത്തിന്റെയും ലോകത്തിന്റെ എല്ലായിടങ്ങളിലും യവനായ അഥവാ ഗ്രീക്ക് തത്വചിന്തകളും സംസ്കാരങ്ങളും ഭാഷയും ആചാര രീതികളും ഒക്കെ അവർ വിശ്വസിക്കുന്ന വിശ്വാസവും ഒക്കെ പ്രചരിപ്പിക്കണം എന്നുള്ള ഒരു വലിയ അജണ്ട കൂടി അതിന്റെ പിന്നിലുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് തന്റെ വിജയത്തിനു ശേഷം താൻ നടത്തിയിട്ടുള്ള യാത്രകളിലൊക്കെ ഇത് കൃത്യമായി ഈ യവനായ സംസ്കാരം, ഭാഷ, ആചാരം ഒക്കെ പ്രചരിപ്പിക്കുവാനും ആളുകളെ അതിലേക്ക് നിർബന്ധപൂർവം കൊണ്ടുവരുവാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഇനി അന്നുണ്ടായിരുന്ന ആധുനിക ബഹുദൈവ വിശ്വാസങ്ങൾ, ആ ജനങ്ങളും അന്നത്തെ അധികാരികളും തമ്മിലുള്ള കീഴ്വഴക്കങ്ങളും അല്ലെങ്കിൽ ബന്ധങ്ങളും, അതുപോലെ തന്നെ അന്ന് നിലവിലുണ്ടായിരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും, ഇനി ഈ ഗ്രീക്ക് ഭാഷ, ഇങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഇതെല്ലാം സമൂഹത്തിന്റെ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ പ്രചരിപ്പിക്കുകയും അത് സ്വീകരിക്കാൻ ജനങ്ങളെ നിർബന്ധപൂർവം അതിനുള്ള ശ്രമം നടത്തുകയും ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു. അത് BC 323 മുതൽ 31 വരെയുള്ള കാലഘട്ടം. ഇത്തരത്തിലുള്ള ഈ കാലഘട്ടത്തിൽ ഉണ്ടായ ഇത്തരത്തിലുള്ള ഈ സംസ്കാരത്തിന്റെ വ്യാപന രീതികളെയാണ് വാസ്തവത്തിൽ ഹെലനിസ്റ്റിക് ഏജ് എന്ന് പറയുക. ഇനി ശ്രദ്ധിച്ചേ, അങ്ങനെ ഈ സത്യത്തിൽ ലോകം മുഴുവൻ ബഹുദൈവ വിശ്വാസം ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുവാനും ഒരു ദൈവത്തെയോ ദൈവാരാധനയോ വിശ്വാസത്തെയോ വിശ്വാസ പ്രമാണത്തെയോ അംഗീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനുള്ള ശ്രമം നടത്താതെ പല ദൈവങ്ങളിൽ ആശ്രയിക്കാനുള്ള ഒരു പ്രവണതയും പല ദൈവങ്ങളിലുള്ള വിശ്വാസവും അവരോടുള്ള ഒരു പ്രതിപത്തിയും ഉണ്ടാകുവാനുള്ള ശ്രമം സാധാരണ ജനങ്ങളുടെ മനസ്സിലേക്ക് കോറിയിടുവാൻ ഇത്തരത്തിലുള്ള ഈ ചിന്തകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി പൗലൂസ് തന്റെ ലേഖനങ്ങളിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളിൽ ഒന്ന്, ക്രിസ്തുവിനെ കർത്താവെന്ന് അംഗീകരിക്കുമ്പോൾ കർത്താവെന്ന ധാരണ അക്കാലത്തെ യവനായ ചിന്തയിൽ നിന്നും പൗലൂസ്
കടമെടുത്തതാണെന്ന് W.by.Seth എന്ന ദൈവ ശാസ്ത്രജ്ഞൻ വിലയിരുത്തുന്നു. പോട്ടെ, അത് അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു കണക്കൂട്ടിലാണ്. എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നത്തെ രാജാക്കന്മാരെ കർത്തൃത്വം നടത്താൻ കഴിയുന്നവൻ എന്ന അഭിസംബോധന ചെയ്തിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, യവനായ പശ്ചാത്തലത്തിലോ അല്ലെങ്കിൽ സംസ്കാരത്തിലോ ഭരണപരമായ രീതിയിലോ. അത് പൗലോസ് തന്റെ ആ ലേഖനം എഴുതുമ്പോൾ ക്രിസ്തുവിനെ കർത്താവ് എന്ന് അഭിസംബോധന ചെയ്തു എന്ന് നമുക്കറിയാം. അത് ഇതിന്റെ ഒരു സ്വാധീനമാണെന്നാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ഏതായാലും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരാളുടെ ഒരു ഭരണത്തിന് കീഴിൽ ഇരിക്കുമ്പോൾ തന്നെ സമ്പൂർണ്ണ കർത്തൃത്വം നടത്താൻ കഴിയുന്ന ഒരാൾ എന്ന നിലയിൽ, ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ കർത്തൃത്വം നടത്താൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പരമാധികാരമുള്ള ആളുകളെ അംഗീകരിച്ചിരുന്നെങ്കിൽ അതേ ചിന്തകൾ പൗലോസ് തന്റെ ലേഖനത്തിൽ എഴുതുമ്പോൾ ക്രിസ്തു എന്ന് പറയുന്നത് പരമാധികാരമുള്ളവനാണ്. തന്നെയുമല്ല, തന്റെ പരമാധികാരം ഒരു വ്യക്തിയുടെ സംസ്കാരത്തെയും മതചിന്തയെയും മതബോധത്തെയും അതുപോലെ തന്നെ ആരാധന രീതിയെയും ആചാര രീതിയെയും, ഒന്നുകൂടി പറഞ്ഞാൽ അവൻ ഒരു വ്യക്തി ഏതെല്ലാം പ്രതലങ്ങളിൽ ഏതെല്ലാം നിലകളിൽ ബന്ധപ്പെടുന്നു അവിടെയെല്ലാം ആ വ്യക്തിയുടെ സ്വാധീനം അഥവാ കർത്തൃത്വം നടത്തുന്ന വ്യക്തിയുടെ സ്വാധീനം ഉണ്ടാകും എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ബോധ്യപ്പെടുത്തലാണ് ഈ ലേഖനങ്ങളിലൂടെ താൻ പറയാൻ ശ്രമിക്കുന്നത്. ശരിയല്ലേ? നമ്മുടെ വിശ്വാസം അനുസരിച്ചല്ലേ നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ ആ വിശ്വാസം അനുസരിച്ചല്ലേ നമ്മുടെ സകല കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്, അല്ലേ? ശരിയല്ലേ? നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ ആ വിശ്വാസം അനുസരിച്ചാണ് സകല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ചില കാര്യങ്ങൾക്ക് അയിത്തം കൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ, അത് ശരിയല്ല, അതിന്റെ ആവശ്യമില്ല എന്ന് നമ്മൾ പറയും. ചില കാര്യങ്ങളിൽ അത് കുഴപ്പമില്ല എന്ന് നമ്മൾ പറയും. ചിലത് നമ്മൾ പറയും, അയ്യോ നമുക്കത് പറ്റത്തില്ല കേട്ടോ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ ആ വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ന വ്യക്തി മുൻപോട്ട് ചലിക്കുകയും ചരിക്കുകയും ചെയ്യുന്നത് ലോകം. അതുകൊണ്ട് തന്നെ കർത്തൃത്വം നടത്തുന്നവൻ സകലത്തിന്മേലും അധികാരമുള്ളവനാണ്. ഈ പരമാധികാരം ക്രിസ്തുവിന് ഉണ്ട് എന്നുള്ള സാക്ഷ്യപ്പെടുത്തലാണ് ഈ ചിന്തയിലൂടെ താൻ മുൻപോട്ട് വെക്കുന്നത്. അപ്പോൾ മുൻകാലങ്ങളിൽ തന്നെ സ്വാധീനിച്ചിട്ടുള്ള ഇത്തരം യവനായ ചിന്തകൾ തന്റെ ലേഖനങ്ങളിലൂടെ ക്രിസ്തുവിനെ അവതരിപ്പിക്കുമ്പോൾ താൻ അടയാളപ്പെടുത്തുന്നു എന്ന് ഈ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. അതാണ് ഒന്നാമത്തെ ചിന്ത. ഇനി ശ്രദ്ധിച്ച്, രണ്ടാമത്തെ ചിന്ത ക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ താൻ സ്വീകരിക്കുന്നത് ജൂഡായിസമാണ് അഥവാ യഹൂദ ചിന്തയാണ്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഒരു യവനായ കൾച്ചർ, സംസ്കാരം അതിന്റെ വക്താവ് ആണ് എന്നതിനപ്പുറമായി, അതിനേക്കാൾ ഉപരി ഒരു യഹൂദ ചിന്ത, ആ ചിന്തയ്ക്കപ്പുറമായി യഹൂദ ചിന്തകളാണ് തന്നെ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ യഹൂദൽ നിന്ന് ജനിച്ച യഹൂദനായ അല്ലെങ്കിൽ ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് മാറി ക്രിസ്തു ജനിച്ചു വീണ അല്ലെങ്കിൽ പിറവിയെടുത്ത ആ കുലത്തിലും കുടുംബത്തിലും ജാതിയിലും ഒക്കെ മതത്തിലും ഒക്കെ പിറന്നു വീണവൻ എന്ന അവകാശവാദം പറയുമ്പോൾ അത് കൂടുതൽ തന്നെ സ്വാധീനിക്കാൻ ഇടയായി. ഇനി ശ്രദ്ധിക്കണം, ഈ യഹൂദ ചിന്തയെ സംബന്ധിച്ച് നമ്മൾ ചില കാര്യം കൂടി അറിഞ്ഞിരിക്കണം നല്ലതാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഏക ദൈവ വിശ്വാസമാണ് അബ്രഹാമിക് മതമാണ് വാസ്തവത്തിൽ ജൂതമതം എന്ന് പറയുന്നത്. ഞാൻ പറയാം, ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഏക ദൈവ വിശ്വാസം, ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ മതബോധവും മതചിന്തയും ഒക്കെയാണ് യഹൂദ മതചിന്ത അഥവാ ആ ജനത എന്ന് പറയുന്നത് തന്നെ. അപ്പം അവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് പഴയ നിയമ ഉടമ്പടി ഗ്രന്ഥങ്ങൾ, തോറ പോലുള്ള ഉടമ്പടി ഗ്രന്ഥങ്ങൾ മുൻപോട്ട് വെക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളും തത്വങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കാൻ ഒരു ജനതയെ പഠിപ്പിക്കുക, അതാണ് വാസ്തവത്തിൽ ജൂഡായിസം ചെയ്തത്. എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ഇടങ്ങളിൽ പിന്നീട് പോയെങ്കിൽ പോലും നമുക്കറിയാം, കേരളത്തിൽ പോലും കുറെ അവശേഷിപ്പുകൾ ഇന്നും ഉണ്ടല്ലോ. നമ്മൾ ഈ മട്ടാഞ്ചേരി ഭാഗങ്ങളിൽ കടന്നു ചെന്നാൽ അതിന്റെ അവശേഷിപ്പുകൾ കാണാം. എന്തിനാണ് ഇപ്പോൾ ഇസ്രയേലിൽ ഭയങ്കര അവരുടെ യുദ്ധവും അതിന്റെ
അനുബന്ധ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ലോകം പറഞ്ഞിട്ടൊന്നും കേൾക്കാതെ ഇസ്രായേൽ ഇപ്പോഴും മുൻപോട്ട് പോകുന്നത് അവരുടെ അവകാശങ്ങൾ പിടിച്ചടക്കാനും ഉള്ള ഒരു വലിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നൊരു വാർത്ത എന്നെ വളരെ ചിന്തിപ്പിക്കുകയുണ്ടായി. ഇസ്രായേൽ ഇസ്രായേൽ അല്ലാത്ത യഹൂദന്മാരല്ലാത്തവർ യുദ്ധം നിർത്തിയാൽ യുദ്ധം തീർന്നു. ശ്രദ്ധിക്കണം, നെതന്യാഹു പറഞ്ഞ ഒരു വാചകമാണ്. ഈ ഇസ്രായേൽ അല്ലാതെ യഹൂദന്മാർ അല്ലാത്തവർ ഒരു യഹൂദനുമായി യുദ്ധം തുടങ്ങിയാൽ അതവർ അവസാനിപ്പിക്കുകയാണെങ്കിൽ അതോടുകൂടി എന്ത് ചെയ്യും? യുദ്ധം തീർന്നു. എന്നാൽ ഒരു യഹൂദൻ ഇസ്രായേൽ യുദ്ധം നിർത്തിയാൽ അതോടുകൂടി ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം, ജനം തീർന്നു എന്ന് അദ്ദേഹം. ശ്രദ്ധിച്ചേ, ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പം അത് സ്ഥാപിക്കാനുള്ള നമ്മുടെ ചിന്ത അതല്ലെങ്കിൽ പോലും ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ലോകത്തിൽ ബഹുദൈവ വിശ്വാസങ്ങൾ, പോളിറ്റിസം അഥവാ ബഹുദൈവ വിശ്വാസം, ഹെനോത്തിസം അഥവാ കുലദൈവ വിശ്വാസം ഒക്കെ സജീവമായി നിൽക്കുമ്പോൾ ജനങ്ങൾ വ്യക്തികളായും കുടുംബമായും കുലമായും വ്യത്യസ്തമായ ജീവിത ശൈലി തുടരാൻ വേണ്ടി വൈവിധ്യമാർന്ന ദൈവങ്ങൾക്ക് പിന്നാലെ പായുന്നൊരു കാലഘട്ടത്തിൽ അവർക്ക് ലഭിച്ച തോറ, ന്യായപ്രമാണം, പഞ്ചഗ്രന്ഥങ്ങൾ, മോശയുടെ പ്രമാണങ്ങൾ, ദൈവം കൊടുത്ത കൽപ്പനകൾ, അതനുസരിച്ച് കൃത്യമായി സത്യദൈവത്തെ മാത്രം ആരാധിച്ച് അഥവാ ദൈവത്തെ മാത്രം ആരാധിച്ച് ഏകദൈവ വിശ്വാസത്തിൽ പോയ ഒരു വളരെ പൗരാണികമായും പ്രാചീനവുമായ മതമാണ് വാസ്തവത്തിൽ യഹൂദമതം. അതിന്റെ അവരുടെ ആത്മീയ വിശ്വാസവും ഇപ്പം അവരുടെ എന്ത് ചെയ്താലും വാസ്തവത്തിൽ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് മുൻപോട്ട് പോവുക. ഇനി പൗലോസിന്റെ ലേഖനങ്ങളിൽ വളരെ കൃത്യമായി യഹൂദ ചിന്തകൾ ധാരാളം നമുക്ക് കാണാൻ കഴിയും. മാറാനാഥ, ഉദാഹരണം, മാറാനാഥ എന്ന പ്രാർത്ഥന വാചകം തന്നെ അരാമ്യ ഭാഷയിൽ നിന്നും അഥവാ അരാമ്യ ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരിൽ നിന്നും വന്നിട്ടുള്ളതാണ്. അപ്പം മശിക, ദൈവപുത്രൻ, മനുഷ്യപുത്രൻ തുടങ്ങിയ നാമധേയങ്ങളെല്ലാം പഴയ നിയമത്തിൽ നിന്നും അതിന്റെ ധ്വനികൾ പഴയ നിയമത്തിലുണ്ട്. അതിൽ നിന്നും കടമെടുത്ത് പൗലോസ് എഴുതിയതാണെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയും. അപ്പൊ പഴയ നിയമത്തിന്റെ ഏടുകളിൽ, പ്രമാണങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സകല പ്രമാണങ്ങളുടെയും ഒരു പുതിയ വേർഷൻ എന്ന നിലയിൽ അതിലൂടെയൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയ ക്രിസ്തുവിനെ പൗലോസ് തന്റെ ലേഖനങ്ങളിൽ പരിചയപ്പെടുത്താൻ ഇടയായിത്തീർന്നു. ഇത് തന്നെ സ്വാധീനിച്ച യഹൂദ മതത്തിന്റെ ഒരു ചിന്തയായിട്ട് ചിന്തിക്കാൻ കഴിയും. ഇനി മൂന്നാമത്തെ കാര്യം അപ്പോസ്തോലിക പ്രഭാഷണം. ഒന്ന്, തന്നെ സ്വാധീനിച്ച മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് യവനായ ചിന്ത, രണ്ട് യഹൂദ ചിന്ത, മൂന്ന് അപ്പോസ്തോലിക പ്രഭാഷണം അഥവാ കെരുഗ്മ, KERYGMA, കെരുഗ്മ എന്ന പ്രഭാഷണം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. പ്രസംഗം, പ്രഭാഷണം. ഇനി ശ്രദ്ധിക്കുക, അപ്പോസ്തല പ്രവർത്തനത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 36-ാം വാക്യം. ആ വാക്യത്തിൽ അപ്പോസ്തല പ്രവൃത്തി 2:36 ആ വാക്യത്തിൽ നാം വായിക്കുന്നത് യേശു തന്നെ ക്രിസ്തു, യേശു തന്നെ ക്രിസ്തു. ഇനി 3:26, 4:27, 34 അപ്പോസ്തല പ്രവൃത്തി 3:26, 4:27, ഒന്നുകൂടെ പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 3:26, 4:27, 34 ഈ വാക്യങ്ങളിൽ ദൈവത്തിന്റെ ദാസൻ എന്ന പദം ഉപയോഗിക്കുന്നു. ഇനി ഒരു വാക്കും കൂടി പറഞ്ഞിട്ട് ഞാൻ വിശദീകരിക്കാം. അപ്പോസ്തല പ്രവൃത്തി 3:14, അപ്പോസ്തല പ്രവൃത്തി 3:14, അപ്പോസ്തല പ്രവൃത്തി 3:14, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 3:14, 3:14 ഈ വാക്യത്തിൽ വിശുദ്ധനും നീതിമാനുമായ ദൈവത്തെ കുറിച്ച് അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. ഒന്ന്, യേശു തന്നെ ക്രിസ്തു എന്ന് അപ്പോസ്തല പ്രവൃത്തി 2:36 ദൈവത്തിന്റെ ദാസൻ എന്ന് അപ്പോസ്തല പ്രവൃത്തി 3:26, 4:27, 34
വിശുദ്ധനും നീതിമാനുമായവൻ ആയ ക്രിസ്തു എന്ന് അപ്പോസ്തലപ്രവൃത്തി 3:14 താൻ ഉപയോഗിക്കുന്നു. ഈ അപ്പോസ്തോലിക പ്രയോഗങ്ങൾ എവിടുന്നാണ് പൗലൂസിന് ലഭിച്ചത്? നമുക്കറിയാം, അപ്പോസ്തലനായ പൗലൂസ് എന്ന് നമ്മൾ വിധി എഴുതുകയും അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും പ്രസംഗിക്കുകയും തന്റെ ലേഖനങ്ങളിലൊക്കെ താൻ അങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ക്രിസ്തു നേരിട്ട് നിയമിച്ച അപ്പോസ്തലൻ, അയക്കപ്പെട്ടവൻ അല്ല വാസ്തവത്തിൽ പൗലൂസ്. ക്രിസ്തുവിന്റെ പ്രഭാഷണങ്ങളെ നേരിട്ട് കേട്ട് അല്ലെങ്കിൽ അതിൽ ഒരു കൺഫർമേഷൻ വരുത്തി മുൻപോട്ട് പോയ വ്യക്തി ആയിരുന്നില്ല. മറിച്ച് തനിക്ക് കേൾക്കാൻ ഭാഗ്യമുണ്ടായതും താൻ അറിഞ്ഞതും താൻ മനസ്സിലാക്കിയതുമൊക്കെ ഒന്ന് പ്രഭാഷണങ്ങളിലൂടെ തൻ്റെ സമകാലികരായ അല്ലെങ്കിൽ തനിക്ക് കേൾക്കാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ താൻ വായിച്ചറിവുള്ള കേട്ടറിവുള്ള അപ്പോസ്തലന്മാരുടെ പ്രഭാഷണങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള പരാമർശങ്ങളും പദപ്രയോഗങ്ങളും അല്ലെങ്കിൽ അറിവുകളും ബോധ്യങ്ങളും ഒക്കെയാണ്. ഇനി ഒന്നുകൂടി പറയാം, അതോടൊപ്പം തന്നെ ആ കാലഘട്ടങ്ങളിൽ വളരെ കൃത്യമായി പ്രഭാഷണങ്ങൾ നടത്തിയ അപ്പോസ്തലന്മാരിൽ നിന്നും കേട്ടിട്ടുള്ള ആളുകൾ വരമൊഴിയായിട്ടല്ല വാമൊഴിയായി പറഞ്ഞിട്ടുള്ള അപ്പോസ്തോലിക ഉപദേശങ്ങളും പഠിപ്പിക്കലുകളും പ്രഭാഷണങ്ങളും സന്ദേശങ്ങളും ഒക്കെ ഒരു കൂട്ടത്തെ എപ്പോഴും സജീവമായി ക്രിസ്തുവുമായി ചേർത്ത് നിർത്തുന്ന ഒരു പതിവ് അന്നുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കേൾവികൾ, ഇപ്പൊ ചുരുക്കത്തിൽ അപ്പോസ്തോലിക പ്രഭാഷണങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ബഹുഭൂരിപക്ഷം ക്രിസ്തു സംബന്ധിച്ചുള്ള സൂചനകളും ക്രിസ്തുവിന്റെ ദൈവികത്വമോ മനുഷ്യത്വമോ അല്ലെങ്കിൽ രക്ഷന്റെ പ്രവൃത്തിയെ സംബന്ധിച്ചുള്ള സൂചനകളും ഒക്കെ താനാണ് അപ്രമാദിത്വമുള്ളവനെന്നും താനാണ് വാസ്തവത്തിൽ കർത്തൃത്വം നടത്താൻ കഴിവുള്ളവനെന്നും ക്രിസ്തു മാത്രമാണ് രക്ഷകനെന്നും യേശു മാത്രം ആണ് രക്ഷകനെന്നും ഒക്കെ അപ്പോസ്തലന്മാരുടെ പ്രഭാഷണങ്ങളിൽ നിന്നും കേട്ടുള്ള അറിവുകൾ തന്റെ ചിന്തകളെ സ്വാധീനിച്ചിരുന്നു. ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണ്: യേശു തന്നെ ക്രിസ്തു എന്ന നമുക്കറിയാം രക്ഷകൻ അല്ലെങ്കിൽ അഭിഷക്തൻ എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പൊ യേശു ഇമ്മാനുവേലായി അല്ലെങ്കിൽ അഭിഷക്തനായി ഈ സകല മനുഷ്യന്റെയും പാപത്തെ പരിഹരിക്കാൻ വേണ്ടിയുള്ള രക്ഷകനായി ഈ ഭൂമിയിൽ പിറക്കുമ്പോൾ അവൻ തന്നെയാണ് കർത്തൃത്വം നടത്താൻ കഴിയുന്നുള്ളവൻ, അവൻ തന്നെയാണ് അഭിഷക്തൻ, അവൻ തന്നെയാണ് സകലത്തിന്റെയും പരമാധികാരി, അവൻ തന്നെയാണ് പാപങ്ങളെ മോചിക്കാൻ കഴിയുന്നവൻ. അപ്പം അപ്പോസ്തല പ്രഭാഷണങ്ങളിലൊക്കെ ശക്തമായി അവർ ഉപയോഗിച്ച പദപ്രയോഗങ്ങളെല്ലാം ഇത്തരത്തിലായിരുന്നതുകൊണ്ട് അതെല്ലാം കൃത്യമായി അടയാളപ്പെടുത്താൻ ഇവിടെ ഈ പൗലോസ് തന്റെ ലേഖനങ്ങളിൽ ഈ ചിന്തയിൽ നിന്നും അല്ലെങ്കിൽ അപ്പോസ്തല പ്രഭാഷണങ്ങളിൽ നിന്നും തനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കണം, വളരെ പൗലോസ് ഉപയോഗിച്ച ഒരു വലിയ ഒരു പദത്തിന്റെ ഏറ്റവും ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ താൻ പറയുന്നു ദൈവത്തിന്റെ ദാസൻ എന്നാണ്. നമുക്കറിയാം, ക്രിസ്തുവിനെ സംബന്ധിച്ച് താൻ സാക്ഷാൽ ദൈവമായിരിക്കുമ്പോൾ തന്നെയാണ് ദാസരൂപം എടുക്കുവാൻ ഇടയായിത്തീർന്നത്. അപ്പോസ്തോലിക ഉപദേശങ്ങളിലും അവരുടെ പ്രഭാഷണങ്ങളിലും ഒക്കെ അവർ പഠിപ്പിച്ചതും അത് തന്നെയാണ്. അപ്പം ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ ഈ വ്യത്യസ്തമായ മുഖങ്ങൾ നന്നായി മനസ്സിലാക്കിയ, നന്നായി ഗ്രഹിച്ച പൗലോസ് തന്റെ ലേഖനങ്ങളിൽ അത് കൃത്യമായി എഴുതാനിടയായി. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ക്രിസ്തുവിന്റെ ജീവിതം സംബന്ധിച്ച്, ദൈവിക സ്വഭാവം സംബന്ധിച്ചുള്ള തന്റെ ഉറപ്പ്. താൻ തന്റെ ലേഖനം എഴുതിയത് അവൻ വിശുദ്ധനാണ്, അവൻ നീതിമാനാണ് എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള അപ്പോസ്തോലിക പ്രഭാഷണങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പദങ്ങളും പദപ്രയോഗങ്ങളും പരാമർശങ്ങളും ഉറപ്പുകളും സംശയമന്യേ അപ്പോസ്തലന്മാർ വളരെ കൃത്യമായി മറ്റു ഉപദേശങ്ങളെ ഖണ്ഡിക്കുവാനും അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വല്ലഭത്വം ഉറക്കെ പറയുവാനും ഉപയോഗിച്ച പദങ്ങൾ കൃത്യമായി താനത് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ 3 പ്രധാനപ്പെട്ട കാര്യം. ഇനി നാലാമത്തത് അപ്പോസ്തലനായ പൗലോസിന്റെ മാനസാന്തരം, ഹിസ് ഓൺ കൺവേർഷൻ എക്സ്പീരിയൻസ്. തന്റെ നാലാമത്തെ കാര്യം തന്നെ സ്വാധീനിച്ചത് തന്റെ മാനസാന്തര അനുഭവമാണ്. ഞാൻ കഴിഞ്ഞ പറഞ്ഞ പോലെ നമുക്ക് ഒരു പുസ്തകം വായിച്ചാൽ, ഒരു ചിന്ത നമ്മളിലേക്ക് മനസ്സിൽ കയറിയാൽ ആ ചിന്തകൾക്ക് കാലഹരണപ്പെട്ട് പോകാം. അതുകൊണ്ടാണല്ലോ
ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തുന്ന പല ചരിത്രങ്ങളും പിന്നീട് തിരുത്തി എഴുതേണ്ടി വന്നിരിക്കുന്നത്. ലോകത്തിൽ എഴുതപ്പെട്ട സകല ചരിത്രങ്ങളും സകല വ്യക്തികളുടെയും ചരിത്രങ്ങൾ തിരുത്തി എഴുതപ്പെടേണ്ടി വരുന്നത് അത് കേട്ടും കണ്ടും ഒക്കെ ഉള്ള ആളുകളുടെ അനുഭവങ്ങളായിട്ട് പറയുമ്പോഴാണ്. എന്നാൽ അതിലുപരി ഒരു വ്യക്തി തന്നെ തന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് കുറച്ചുകൂടി ആധികാരികത ഉണ്ടാകുന്നത്. ചരിത്രം എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ സംഭവിച്ചത് നാളേക്ക് വേണ്ടി ഇന്നുകളിൽ രേഖപ്പെടുത്തുന്നതാണ് ചരിത്രം, അല്ലേ? ഇന്നലെ സംഭവിച്ചത് നാളേക്ക് വേണ്ടി ഇന്നുകളിൽ രേഖപ്പെടുത്തുന്ന ആധികാരിക രേഖയുടെ പേരാണ് എന്ത്? ചരിത്രം. അപ്പം ഇന്നലകളിൽ സംഭവിച്ച കാര്യങ്ങൾ ആ കാലഘട്ടങ്ങളിൽ സമകാലികരായിരിക്കുന്ന ആളുകൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് അത് കേട്ട് കാലപ്പഴക്കത്തിൽ വാമൊഴിയായിട്ടോ വരമൊഴിയായിട്ടോ രേഖപ്പെടുത്തിയതിന് പിന്നീട് മാറ്റം സംഭവിക്കാനിടയാകും. പൗലോസ് തന്റെ ലേഖനങ്ങളിൽ എഴുതപ്പെട്ട വാക്കുകളൊക്കെ തന്റെ കടമെടുത്ത വാക്കുകൾ ഉണ്ടാകാം. താൻ മറ്റുള്ളവരെ പരാമർശങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, മറ്റ് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തി സ്വീകരിച്ചിട്ടുണ്ട്, മറ്റ് സംസ്കാരങ്ങളിൽ തന്നെ സ്വാധീനിച്ചത് ക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ആ സംസ്കാരത്തിലൂടെ തനിക്ക് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അതിനേക്കാൾ അപ്പുറമായി വലിയ ആധികാരികമായി പറയുന്നത് പൗലോസിന്റെ മാനസാന്തര അനുഭവമാണ്, അല്ലേ? കൊരിന്ത്യർ ലേഖനം അപ്പോസ്തല പ്രവൃത്തി 9:22-26. അപ്പോസ്തല പ്രവൃത്തി 9:22-26. ഈ ഭാഗം നമ്മൾ ചിന്തിച്ചാൽ, ഞാൻ ഈ വാക്യങ്ങളെല്ലാം എടുത്ത് വായിപ്പിക്കാത്തത് ഇത്രയും ഭാഗം കൂടി നമുക്ക് ലെക്ചർ ചെയ്ത് പോകാം എന്നുള്ളത് കൊണ്ടാണ്. നോട്ട് പിന്നെ തരുന്നില്ല പറയുക. അപ്പോസ്തല പ്രവൃത്തി 9:22-26 ഈ ഭാഗങ്ങളിൽ 9-ാം അധ്യായം 9-ാം അധ്യായം 22-ാം അധ്യായം 26-ാം അധ്യായം ഈ ഭാഗങ്ങളിൽ പൗലൂസിന്റെ മാനസാന്തരത്തിന്റെ വ്യത്യസ്തമായ മുഖങ്ങളാണ് കാണുന്നത്. മുഖങ്ങൾ ഒരു സംഭവം തന്നെ വ്യത്യസ്തമായ ആംഗിളുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവിധമായ രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ വിശദീകരണമാണ് ഈ അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ പഠിച്ചാൽ പൗലോസ് ക്രിസ്തു ഒന്നും ഇതുവരെ പരിചയപ്പെടാത്ത, ഇതുവരെ അറിയാത്ത, ഇതുവരെ കാണാത്ത, ഇതുവരെ ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ആശയം, ഒരു ചിന്ത, ഇതിനെ താൻ പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോൾ തനിക്കുണ്ടായ അനുഭവങ്ങളുടെ വിശദീകരണമാണ് വാസ്തവത്തിൽ ഈ അധ്യായങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. നമുക്കെല്ലാം ഓരോരോ അനുഭവങ്ങളിലൂടെയാണല്ലോ ക്രിസ്തുവിനെ സന്ധിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, അല്ലേ? ഇതാർക്കും നിഷേധിക്കാൻ കഴിയുന്ന കാര്യവുമല്ല. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ, നമ്മളൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാൽ നിറയപ്പെടുന്നതും അഭിഷേകത്താൽ നിറയപ്പെടുന്നതും കൃപാവരങ്ങൾ ലഭിക്കുന്നതും അന്യഭാഷാ ഭാഷണം, വ്യത്യസ്തമായ ഭാഷാവരങ്ങളിലൂടെ നമ്മൾ ആ ഭാഷാവരങ്ങളുടെ ക്രയവിക്രയം നടത്തുന്നതും അല്ലെങ്കിൽ അത് വ്യാപാരം ചെയ്യുന്നതും ഒക്കെ നമ്മുടെയൊക്കെ ഓൺ എക്സ്പീരിയൻസ്. ഇതൊന്നും ഒരു പരിചയമില്ലാത്ത, ഇതുമായിട്ട് യാതൊരു പുലബന്ധം പോലും ഇല്ലാത്ത ആളുകൾക്ക് ഒരുപക്ഷെ അത് ഒരു വ്യത്യസ്തമായ, ഉൾക്കൊള്ളാൻ കഴിയാത്ത, ചിന്താപരമായിട്ടോ തത്വപരമായിട്ടോ ഒന്നും ഒരു ബേസ് ഇല്ലാത്തതെന്ന് തോന്നിയേക്കാം. പക്ഷേ നമുക്ക് കൃത്യമായി അറിയാം, നമ്മൾ പാട്ടിന്റെ വേഗതയിലോ നമ്മൾ കേൾക്കുന്ന താളത്തിന്റെ ബാഹുല്യത്തിലോ അതിന്റെ അനുക്രമമായ സ്ഥായി ഭാവത്തിലേക്ക് ഈ താളം മുറുകുമ്പോഴോ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു വൈകാരികമായ പ്രകടനമല്ല വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവോ അല്ലെങ്കിൽ അതിനുശേഷം അനന്തരമായി ഉണ്ടാകുന്ന മറ്റു ബാഹ്യ പ്രകടനങ്ങളോ ഭാഷാവരങ്ങളുടെ അത് ലഭിച്ചിട്ടുള്ള ആളുകളുടെ ഉപയോഗമൊക്കെ ഒരു വൈകാരികമായ ഉണർത്തലല്ല, അല്ലേ? അങ്ങനെയാണെങ്കിൽ വൈകാരികമായ ഉണർത്തലാണെങ്കിൽ ചില സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യണം? അങ്ങ് തീരണം. ഏകാന്തതയിലിരിക്കുമ്പോഴും ഒറ്റയ്ക്കിരുന്ന് ബൈബിൾ വായിക്കുമ്പോഴും അല്ല പ്രാർത്ഥിക്കുമ്പോഴും, ഇവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി മുഴങ്കാൽ മടക്കുമ്പോഴും ആരുമില്ലെങ്കിലും ശബ്ദകോലാഹലങ്ങളില്ലെങ്കിലും നമ്മുടെ കർണപുടങ്ങൾക്ക് രസം പെരുമാറ്, നമ്മുടെ വൈകാരികമായ നമ്മുടെ ചിന്താധാരകളെയും വികാരങ്ങളെയും ഉണർത്തുന്ന നിലയിലുള്ള ഒരു സംവിധാനങ്ങളോ സാഹചര്യങ്ങളോ ഇല്ലെങ്കിൽ പോലും, അതൊന്നുമില്ലെങ്കിലും നമ്മുടെ നിശബ്ദതയിലും നമുക്ക് ഈ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നു.
അപ്പം ഞാൻ പറഞ്ഞു ഇത്രയും ഉള്ളൂ. ഈ ഒരാളുടെ അനുഭവം എന്ന് പറയുന്നത് അതാണ് വാസ്തവത്തിൽ ആധികാരികമായ വെളിപ്പെടുത്തൽ ആധികാരികത ഉള്ള വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറഞ്ഞാൽ, ഞാൻ അനുഭവിച്ച ക്രിസ്തു എന്താണെന്ന് കൃത്യമായി ഞാൻ നന്നായി നിങ്ങളോട് വിവരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ബുദ്ധി കൊണ്ടോ ചിന്ത കൊണ്ടോ ഒക്കെ ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമായിരിക്കും. ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ മുമ്പിൽ ശുഭ്രവസ്ത്രധാരിയായ ക്രിസ്തു നിൽക്കുന്നു, എൻ്റെ തോളിൽ തൊടുന്നു, എന്നെ ചേർത്ത് പിടിക്കുന്നു, അവന്റെ മാറോട് ചേർത്തിട്ട് എന്നോട് സംസാരിക്കുന്നു, നീ ഭയപ്പെടണ്ട എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു നാടകീയ മുഹൂർത്തങ്ങൾ ഈ സംഭവിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഉണ്ടാകുന്നത് പോലെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു പക്ഷേ തോന്നിക്കും ഇവന് ഈ മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി. ഒന്നെങ്കിൽ എവിടെയൊരു നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുക, മെഡിക്കൽ കോളേജിലെ 12ാം വാർഡിൽ കൊണ്ട് കാണിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നുകിൽ നല്ല ഉപദേശമാരെ വിളിച്ച് എന്ത് ചെയ്യണം, ഒന്ന് പ്രാർത്ഥിച്ച് എന്ത് ചെയ്യണം, ഇവനെ ഒന്ന് അവൻ തലേ കൈവച്ച് ഒന്ന് രക്ഷപ്പെടുത്തണം, അല്ലേ? മാനസിക വിഭ്രാന്തി. എല്ലാവർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ഞാൻ പറഞ്ഞ താല്പര്യം ഇത്രയും ഉള്ളൂ. ഇത് നമ്മുടെ അനുഭവങ്ങൾ ഒരു പക്ഷേ നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും ഒക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നെങ്കിൽ ക്രിസ്തു എന്ന് പറയുന്നത്, ഒന്നുകൂടി പറയാം, ക്രിസ്തു എന്ന് പറയുന്നത്, ക്രിസ്തു സാന്നിധ്യം എന്ന് പറയുന്നത്, ക്രിസ്തുവിന്റെ പഠിപ്പിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിക്കകത്ത് ഒതുങ്ങുന്നതാണ്, ശരിയാ. പക്ഷേ നമ്മുടെ ബുദ്ധിക്ക് നിസ്സാരമായി നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നെങ്കിൽ നമുക്ക് ആർക്കും ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല. ഞാൻ ഒന്നുകൂടെ ഞാൻ ലളിതമായിട്ട് പറയാം. ക്രിസ്തു എന്ന് പറയുന്നത് എനിക്ക് എപ്പോ വേണമെങ്കിലും എങ്ങനെ ഞാൻ നടന്നിട്ടും എങ്ങനെയും പിടിക്കാൻ പറ്റുന്ന, എങ്ങനെയും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു തത്വമാണ്, ഒരു വ്യക്തിയായിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ചിന്തിക്കുന്നെങ്കിൽ ആ ക്രിസ്തു ഒരിക്കൽ പോലും എന്റെ ആരാധന യോഗ്യനോ എന്റെ പാപങ്ങളെ മോചിക്കാൻ കഴിവുള്ള വ്യക്തിയായിട്ട് എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞ പോലെ ഒരു സാധ്യത ഉണ്ടായിട്ട് ആ സാധ്യതയിൽ അസാധ്യം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവം എനിക്ക് ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒന്നുകൂടെ പറയാം, ഒരു സാധ്യത ഉണ്ടായാൽ അതിനകത്തൊരു അസാധ്യം പ്രവർത്തിക്കാൻ കഴിയുക, നോ, ആ ദൈവം നമുക്ക് ആവശ്യമില്ല. മറിച്ച് അസാധ്യങ്ങളിൽ സാധ്യത കണ്ടെത്താൻ കഴിയുമ്പോഴാണ് ദൈവം ദൈവമായി മാറുന്നത്. അല്ലെങ്കിൽ മനുഷ്യനാണ്, അല്ലേ? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ 3 പ്രാവശ്യം ഞാൻ ഈ ഓപ്പൺ ഹാർട്ട് സർജറി ലൈവായിട്ട് ഷൂട്ട് ചെയ്ത്, നന്നായി അടുത്തു പോയി ഷൂട്ട് ചെയ്ത് കണ്ട ആളാണ്. അപ്പം നമുക്ക് പേസ് മേക്കറും അതുപോലെ തന്നെ ഈ ഓക്സിജൻ സിലിണ്ടറും ഒക്കെ കൊടുത്ത ആളുകളെ എന്ത് ചെയ്യുക, ലൈവാക്കി മരിക്കാതെ നിർത്തി കിടത്തിയിട്ട് ഇതൊക്കെ ചെയ്യുന്നവർ. ഇപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പം യൂണിവേഴ്സില് ഞാൻ അവിടെ വർക്ക് ചെയ്യുമ്പം അവിടെ ചാനലിലെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു ഞാൻ ഡോക്ടർ കണ്ണോട് ചോദിച്ചു, എന്താണ് ഈ ഉപകരണങ്ങളൊക്കെ അത്യാധുനിക സാങ്കേതിക വിദ്യ നിങ്ങൾക്ക് ഉപയോഗിച്ച് ഈ മനുഷ്യനെ മരിച്ച പോലെ മൃതാവസ്ഥയിൽ കൊണ്ടുവന്ന് ഈ ഹൃദയത്തിന്റെ ട്രാൻസ്പ്ലാന്റ് നടത്തി അല്ലെങ്കിൽ വാൽവ് മാറ്റിവെച്ച് ഇദ്ദേഹത്തെ വീണ്ടും പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരുവാൻ എന്താണ് മാനദണ്ഡം, ക്രൈറ്റീരിയ എന്താ? അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല, ഒറ്റ കാര്യമേ ഉള്ളൂ, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ജീവൻ വേണം എന്നുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. മനസ്സിലായി ഞാൻ പറയുന്നത്? ജീവൻ എന്ന് പറയുന്ന സാധ്യതയിൽ ഈ ലോകത്തിലെ സകല ആളുകൾക്കും അസാധ്യം പ്രവർത്തിക്കാൻ കഴിയും, സകല ശാസ്ത്രത്തിനും കഴിയും. അത് ഒരു ദൈവികമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറിച്ച് 4 ദിവസം കഴിഞ്ഞു, ഇനി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, മരിച്ചുപോയി, അസ്തമിച്ചു, മതകർമ്മങ്ങൾ ചെയ്ത് റൂമാറ് കൊണ്ടെല്ലാം കെട്ടി, സകലവും കഴിഞ്ഞു, ഇനി നീ ഉയർക്കും, എവിടെ? അന്ത്യകാലഘട്ടത്തിൽ നിന്ന് ഉയർക്കും, നിന്നോടൊപ്പം ചേരുമെന്നൊക്കെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നിൽക്കുന്ന ആളുകൾ. ഇനി ഒരിക്കൽ പോലും ഒരു സാധ്യതയും ഇല്ലാത്തോടത്താണ് ലാസറിനെ വിളിച്ച് പുറത്തേക്ക് ജീവനോട് കൊണ്ടുവരുവാൻ കഴിഞ്ഞത്. അവിടെയാണ് ദൈവത്തിന്റെ പ്രസക്തി. മനസ്സിലായോ? ഇതുപോലെ തന്നെയാണ് നമ്മൾ ഒരു വിശ്വാസ പ്രമാണം, ഒരു തത്വം നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെയായിരിക്കണം. എനിക്ക് വേഗത്തിൽ അസസ് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് വേഗത്തിൽ പിടിക്കാൻ കഴിയുന്ന, എനിക്ക് വേഗത്തിൽ പ്രാപിക്കാൻ കഴിയുന്ന, എൻ്റെ ബുദ്ധി കൊണ്ട് എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തിന്റെ ഉള്ളിൽ ഒതുക്കാൻ കഴിയുന്ന ഒരു ചിന്തയാണ് ക്രിസ്തു എന്ന് ആർക്കെങ്കിലും ധരിക്കാൻ കഴിയുന്നെങ്കിൽ ആ ധാരണയല്ല വാസ്തവത്തിൽ ക്രിസ്തു എന്നുള്ള തിരിച്ചറിവാണ് നമുക്കുണ്ടാകുന്നത്. അറിവ് നമുക്ക് ശേഖരിക്കാം, പക്ഷെ തിരിച്ചറിവാണ് വിശ്വാസത്തിന്റെ ആദ്യ പടി എന്ന് പറയും. മനസ്സിലായോ? അറിവുണ്ടാകണം, അറിവിന് എല്ലാവർക്കും ഉണ്ടാകണം. പക്ഷേ ആ അറിവ് എന്ന് തിരിച്ചറിവായി മാറുന്നു, നോയിങ് ആൻഡ് നോയിങ് അബൌട്ട്,
അറിയുക, കുറിച്ചറിയുക, ഇത് രണ്ടും രണ്ടാ അല്ലേ? നിങ്ങൾക്ക് എന്നെ അറിയാം, എന്നെ അറിയാം. ഇവിടെ പഠിപ്പിക്കുന്ന ഒരാളാണ്, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതുകൊണ്ട് ഇന്ന പുള്ളിയാണ്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെറുതെ ഈ തള്ളുന്നതുകൊണ്ട് നിങ്ങൾക്കറിയാം ആ പുള്ളി വലിയ പുള്ളിയാണെന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് അറിയാം. അതൊരു നിങ്ങൾക്ക് കുറിച്ചറിയാം, ഷാജിനെ കുറിച്ചറിയാം. അത് നിങ്ങൾ എന്നെ കുറിച്ചുള്ള അറിവാ. പക്ഷേ നിങ്ങൾ എന്നെ അറിയണമെങ്കിൽ, എന്നെ അറിയണമെങ്കിൽ ഞാനും നിങ്ങളുമായി ഒരു വ്യക്തിപരമായ ഒരു ബന്ധം നമുക്ക് വാസ്തവത്തിൽ ഉണ്ടാകും, ബൗണ്ടിങ്. നമുക്ക് അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് എന്ന് എത്തിച്ചേരാൻ കഴിയുമോ അവിടെയാണ് നമ്മളെ നന്നായി അറിയാനും കഴിയും. അതാണ് വാസ്തവത്തിൽ അനുഭവം എന്ന് പറയുക. പൗലോസ് ഉണ്ടായ മാനസാന്തര അനുഭവം ഈ 3 അധ്യായങ്ങളിൽ അതിന്റെ വിശദീകരണങ്ങൾ നമ്മൾ വീണ്ടും കാണുന്നത് കൊരിന്ത് ലേഖനം 15-ാം അധ്യായത്തിലാണ്, 8 മുതൽ 10 വരെ. ഗലാത്യ ലേഖനം 1:1 ഇവിടെയെല്ലാം താൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ക്രിസ്തു സാധാരണ ഒരു മനുഷ്യനല്ല. പിന്നെ ക്രിസ്തുവിനാലും ക്രിസ്തുവിന്റെ ആ ജനനം സംബന്ധിച്ച് തനിക്കുണ്ടായ അനുഭവമാണ്. താൻ തനിക്കുണ്ടായത് എങ്ങനെയാണ്? പിതാവായ ദൈവത്താലും പിന്നെ യേശു ക്രിസ്തുവിനാലും എന്നാ പൗലോസ് പറഞ്ഞത്. സാധാരണ മനുഷ്യനിൽ നിന്നും ഉണ്ടായ ഒരു തത്വമോ ചിന്തയോ ആയിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അക്കാലത്ത് ഏറ്റവും പ്രബലമായ സ്കൂളുകളിൽ ഒന്നായിരുന്നു, ഏറ്റവും പ്രസക്തമായ സ്കൂളുകളിൽ ഒന്നായിരുന്നു ഷമായ് ഹില്ലേൽ. ആ സ്കൂളുകളിലൊക്കെ പഠിച്ച ഒരാളാണ്. യഹൂദ മതത്തിന്റെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തത്വങ്ങളും ചിന്തകളും അന്നത്തെ സംസ്കാരം എല്ലാം അരച്ച് കലക്കി കുടിച്ച ഒരു മനുഷ്യൻ അതെല്ലാം തെറ്റാണെന്ന്, അല്ലെങ്കിൽ അതൊക്കെ ചപ്പന്നും ചവറന്നും എണ്ണി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞത് അതൊക്കെ മാറ്റിവെച്ചിട്ട് ഇതാണ് ശരി, ഇത് മാത്രമേ ശരിയുള്ളൂ എന്ന് ചിന്തിക്കണമെങ്കിൽ അതിനകത്ത് താൻ കണ്ടെത്തിയ ദൈവികതയാണ് പിന്നീട് തനിക്ക് ക്രിസ്തുവിന്റെ സാക്ഷിയായി ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ഇടയായി തീർന്നു. മനസ്സിലായോ? ഞാൻ ഒന്നിനും പറയാം, അവന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മളെ സ്വാധീനിക്കുന്നത്, ഒരു മനുഷ്യന്റെ സ്വാധീന ശക്തിയായിരിക്കുന്ന വാക്കുകളോ ചിന്തകളോ അല്ലെങ്കിൽ പ്രതീക്ഷകൾ നൽകുന്ന വാഗ്ദാനങ്ങളോ അനുധാവനം ചെയ്യാൻ പറ്റുന്ന നിലയിലുള്ള ജീവിതചര്യകളോ കാലടികളെ പിന്തുടരാൻ പറ്റുന്ന ആശയങ്ങളോ ആണെങ്കിൽ ആ വ്യക്തിയുടെ അസ്തമയത്തോടു കൂടി നമ്മളും നമ്മുടെ വിശ്വാസവും നമ്മളും ഒക്കെ എന്ത് ചെയ്യും? അസ്തമിക്കും. നമ്മൾ പ്രത്യക്ഷമായി അസ്തമിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ രൂപപ്പെട്ടു വന്ന ഇതൊക്കെ അങ്ങ് അസ്തമിച്ചു പോകും. മനസ്സിലായോ? പിന്നെ നമ്മളെ സ്വാധീനിക്കുന്നത് ഒരു വ്യക്തിക്കപ്പുറം ഒരു ദൈവികമായ സത്തയാണെങ്കിൽ അതിനകത്താണ് മാനസാന്തരം ഉണ്ടാകുക, ഒരു രൂപാന്തരം ഉണ്ടാകുന്നത്. അവിടെയാണ് വ്യതിയാനം ഉണ്ടാകുന്നത്, അവിടെയാണ് നിഷേധം ഉണ്ടാകുന്നത്, അവിടെയാണ് സ്ഥിരീകരണം ഉണ്ടാകുന്നത്, അവിടെയാണ് വേണ്ട എന്നുള്ള ഉറക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടെന്നത്, അവിടെയാണ് ഇത് മാത്രം മതിയെന്ന് പറയുന്ന വളരെ വിശാലമായ സ്വീകരണങ്ങൾ ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഒരു വ്യക്തിയുടെ ആശയമാണെങ്കിൽ എന്ത് ചെയ്യും? ഇതൊക്കെ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണല്ലോ ലോകത്തെ കീഴ്മേൽ മറിച്ച പല ഇസങ്ങളും പല തത്വചിന്തകളും ഒക്കെ. ലോകത്തിന്റെ ബൈബിൾ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ വിറ്റ പുസ്തകം കാർൽ മാർക്സിന്റെ എംഗൽസും ഒക്കെ എഴുതിയ പുസ്തകങ്ങളാണ്. മൂലധനം പോലുള്ള പുസ്തകങ്ങൾ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പോലുള്ള പുസ്തകങ്ങൾ. ലോകത്തെ കിടുകിട വിറപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചേർത്ത് പിടിച്ചിട്ടുള്ള എത്രയോ വ്യക്തികളെ നമുക്കറിയാം. അവരൊക്കെ അസ്തമിച്ചു, അവിടം കൊണ്ട് അവരുടെ ജീവൻ തീർന്നു. കേവലം ചരിത്രത്തിന്റെ ഭാഗമായി എന്നും തിരുത്തപ്പെടുന്ന ആശയങ്ങളായി, ചിന്തകളായി അവരുടെ ആശയങ്ങളും ചിന്തകളും വ്യക്തി ജീവിതങ്ങളും ഒക്കെ മാറ്റപ്പെടുന്നു. പക്ഷെ ഇന്ന് വരെയും മാറാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ക്രിസ്തുവിന്റെ നിസ്തുല്യത, അവനിലുള്ള ദൈവിക സത്ത തന്നെയാണ്. ഇപ്പം പൗലൂസിന്റെ നാലാമത്തെ തന്നെ സ്വാധീനിച്ച പ്രധാനപ്പെട്ടത് തന്റെ മാനസാന്തര അനുഭവമാണ്. ഇനി ക്രിസ്തുവിജ്ഞാനിയം പിതാവിൽ നിന്നും 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് തനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഒന്ന്, പിതാവിൽ നിന്നുള്ള വെളിപ്പാട്, റെവലേഷൻ. രണ്ടാമത് തൻ്റെ സ്പിരിച്വൽ എക്സ്പീരിയൻസ്, ആത്മീയ അനുഭവങ്ങൾ. ഇതിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളതാണ് പൗലൂസിന്റെ ക്രിസ്റ്റോളജിക്കൽ തോട്ട് എന്ന് പറയുക, അല്ലെങ്കിൽ ക്രിസ്തു വിജ്ഞാന ചിന്തകൾ എന്ന് പറയുന്നു. എന്നോട് പറയുന്നു, ഒന്ന് വെളിപ്പാട്. എന്താ വെളിപ്പാട്? റെവലേഷൻ, അപ്പോക്കാലിപ്സ്, മനം നീക്കി പ്രദർശിപ്പിക്കുക.
ലളിതമായ ഉദാഹരണം പറയാം. ദൈവം തൻ്റെ ഇഷ്ടങ്ങളും ഹിതങ്ങളും ദൈവം ആരാണെന്നും ഒക്കെ വെളിപ്പെടുത്താൻ മനുഷ്യനെയാണ് ഉപയോഗിക്കുന്നത്. വൈവിധ്യമാർന്ന മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് മനുഷ്യൻ എന്ന് പറയും. ഈ മനുഷ്യന് വെളിപ്പാട് വാസ്തവത്തിൽ ആ മനുഷ്യനുണ്ടാകുന്ന തോന്നലുകളല്ല വാസ്തവത്തിൽ വെളിപ്പാട് എന്ന് പറയുക. തോന്നലുകളല്ല. പിശാചിനെ പേടിയുള്ള ആരെന്നുണ്ടോ ഇവിടെ? പിശാചിനെ പേടിയുള്ള? രാത്രി ഇറങ്ങുമ്പോൾ 5 വാട്ട് ടോർച്ച്. ഇപ്പം നമ്മുടെ വീട്ടിൽ ലൈറ്റ് മൊത്തം ലൈറ്റ് ഇട്ടിരിക്കുക. നമ്മുടെ വീട്ടിൽ ഇനി ഗാർഡൻ ഉണ്ടെങ്കിൽ അവിടെ സോളാർ ലൈറ്റ് വരെ വാങ്ങിച്ചു വെച്ചിരിക്കും. ഇനി വഴിയിലൊക്കെ എന്ത് ചെയ്യാ? സോളാർ പിടിപ്പിച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി സ്വിച്ച് ഇടണ്ട, സോളാർ തന്നെ ഈ ലൈറ്റ് സ്വീകരിച്ച് ഈ ചാർജ് സ്വീകരിച്ച് വൈകിട്ട് തന്നെ കത്തിക്കുള്ളൂ. രാവിലെ കെടുത്തുവാനും പോകണ്ട, സ്വിച്ച് ഓഫ് ആക്കാനും പോകണ്ട. അല്ലേ? ശ്രദ്ധിച്ചേ, ഒരു ഉദാഹരണം പറയാം. കോട്ടയത്തെ പഴയ ഹോസ്പിറ്റൽ, അർച്ചനൊക്കെ അറിയാം, പഴയ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിന്റെ മോർച്ചറി എന്നും അവിടെ തന്നെ ഏറ്റവും താഴെയാണ്. അതിന് തൊട്ടിപ്പുറയാണ് BCM കോളേജിന്റെ, സെന്റ് ആൻസ് സ്കൂള്, BCM കോളേജൊക്കെ. ഇപ്പൊ ഈ BCM കോളേജിന്റെ ഈ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കോളേജാണ്. അതിന്റെ ഹോസ്റ്റലും ഈ മോർച്ചറിയും, പണ്ടത്തെ മോർച്ചറിക്ക് കഥയൊന്നുമില്ല, ഇങ്ങനെ ഒരു ബോഡി കൊണ്ടിട്ട് കഴിഞ്ഞാൽ സൂക്ഷിച്ചു നോക്കിയാൽ എന്ത് ചെയ്യാം? ബോഡി ഇങ്ങനെ കിടക്കുന്ന കാഴ്ച എന്ത് ചെയ്യാം? കാണാം. അപ്പം ഈ കുട്ടികള് രാത്രി ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ അതിന്റെ ഈ ഹോസ്റ്റലും ഇതുമായിട്ട് ഒരു മതിൽ വ്യത്യാസമുള്ളൂ. അടുത്ത് ഒത്തിരി ദൂരം 100 മീറ്റർ വെച്ചു കാണാം അവർക്ക്. അപ്പം ഹോസ്പിറ്റൽ ലൈറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ പിള്ളേര് രാത്രി ഇങ്ങനെ ഒരു ഹോസ്റ്റൽ പഠിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര ചെറിയ മഴയുണ്ട്. മഴയത്ത് നിശബ്ദമായിട്ട് എല്ലാവരും രാത്രി ഇങ്ങനെ യൂണിവേഴ്സിറ്റി എക്സാം ആണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പം എന്നൊരു ഒച്ച കേട്ടു. അപ്പൊ എല്ലാവരും ഒന്ന് ഞെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. പിന്നെയും അല്പനിമിഷം ചെറിയ ചാറ്റമഴ ഉണ്ടായി. അത് തൊട്ട് താഴെ വാഴത്തോട്ടം ഒക്കെയാണ് ഈ ഹോസ്റ്റലിന് താഴെ. അതിന് താഴെ ഇങ്ങനെ തട്ടുതട്ടായിട്ട്, അതിന് താഴെ ഒരു ആസ്പെറ്റോസ് ഒക്കെ ഇട്ട ഒരു അടുത്ത ബിൽഡിംഗ് ആണ്. ഇങ്ങനെ തട്ടുതട്ടായിട്ട് വീണ്ടും അതിങ്ങനെ ഒരേ കൃത്യ സമയങ്ങളിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ തന്നെ പിള്ളേർക്കെല്ലാം ഇങ്ങനെ പേടി. 1 ടെറർ കേട്ട്, 2 ടെറർ കേട്ട്, 3 ടെറർ കേട്ട് ഇങ്ങനെ എന്നുള്ളത് ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കും. ഒരേ ടൈമിങ്ങിൽ കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ടിരിക്കും. പെട്ടെന്ന് വാർഡനെ വിളിച്ചു, സിസ്റ്റർ വന്നു, ലൈറ്റില്ല ഇട്ടു, സെക്യൂരിറ്റിയെ വിളിച്ചു. സെക്യൂരിറ്റി അവിടെ എല്ലാം നോക്കിയിട്ടൊന്നുമില്ല. ചുരുക്കം പറഞ്ഞാൽ അന്ന് രാത്രി ആരും ഉറങ്ങിയില്ല. ഈ മഴ പിറ്റേ ദിവസവും രാവിലെ ഇതുപോലെ തന്നെ അതേ രീതിയിൽ തന്നെ വീഴും. അന്ന് രാവിലെയും കേട്ട് അതിങ്ങനെ പകരം മുഴുവൻ എന്ത് ചെയ്തു കേട്ടു. സെക്യൂരിറ്റിയും അവിടുത്തെ മദറും കൂടി ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നടന്നപ്പം കണ്ട കാഴ്ച എന്നറിയാമോ? അവിടെ ഒരു വാഴ കൂമ്പ് ഇങ്ങനെ നിൽക്കുക, മറിയാം ഇങ്ങനെ. അതിലേക്ക് വെള്ളം നിറയും. ഈ മോളിൽ നിന്ന് ആസ്പെറ്റോസിൽ നിന്ന് വെള്ളം നിന്നിട്ട്, വെള്ളം നിറഞ്ഞു കഴിയുമ്പം ഇതങ്ങ് മടങ്ങിയിട്ട് ഈ വെള്ളം നേരെ താഴത്തെ ഷീറ്റയിലോട്ട്, ആസ്പെറ്റോസ് ഷീറ്റയിലേക്കും വീഴുമിട്ട് നേരെ വീണ്ടും എന്ത് ചെയ്തു? പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് ഈ വാഴ കൂമ്പ് നിൽക്കും. ഈ കൂമ്പിലേക്ക് വെള്ളം നിറയുമ്പോൾ വീണ്ടും മടങ്ങി താഴോട്ട് വീഴും. ഈ വെള്ളം വീഴുന്ന ഒച്ചയാ വാസ്തവത്തിൽ എന്ത് ചെയ്തു? ഡ്ര എന്നുള്ള ഒച്ച. എന്റെ പൊന്നെ, അന്ന് രാത്രിയിലും ഇല്ലാത്ത കഥകൾ മുഴുവൻ. ആർക്കും ഉറങ്ങാൻ പറ്റുന്നില്ല. അന്നേരം അവർ പറഞ്ഞത്, ഞാൻ കണ്ടായിരുന്നു, അവിടെ കേട്ടായിരുന്നു, ഇവിടെ കേട്ടായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ വാസ്തവം എന്തുവാ? ഈ കൂമ്പിനകത്ത് വെള്ളം വീണിട്ട് എന്ത് ചെയ്യാ? അത് മടങ്ങുമ്പോൾ വീഴുന്ന ഒച്ചയാണ്. നമ്മളെല്ലാം ഈ രാത്രിക്ക് നടക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? നമ്മളെ ഇങ്ങനെ തലയാട്ടി കാണിക്കും, അല്ലേ? എന്നറിയാമോ? നല്ല നിലാവുള്ളപ്പോ എന്ത് ചെയ്യാ? ഈ വാഴക്കൈ ഇങ്ങനെ കറങ്ങുന്നതായിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ എത്ര അനുഭവങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഇത് നമ്മൾ കണ്ടിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ കാണുന്ന കാര്യം മനസ്സിലേക്ക് എന്ത് ചെയ്യാൻ ശരിക്കും നമ്മൾ നന്നായി ഉറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? നമ്മളിലേക്ക് വരും. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. യാഥാർത്ഥ്യമല്ലാത്തൊരു കാര്യം, അയാഥാർത്ഥ്യമായ കാര്യം യാഥാർത്ഥ്യമാണെന്ന് സ്ഥാപിക്കാൻ നമ്മുടെ മനസ്സിൽ നമ്മൾ രൂപപ്പെടുത്തി വെക്കുന്ന ചില ചിന്തകളും ചില ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ് ഉണ്ട്, അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൊടിപ്പും തെങ്ങിനും ഒക്കെ ഉണ്ടാക്കി വെച്ച സ്റ്റോറീസ് യാഥാർത്ഥ്യമാണോ? വാസ്തവത്തിൽ ഇത്തരം ഈ യാഥാർത്ഥ്യമായ
ഈ കഥകളുടെ വിശദീകരണമാണോ വാസ്തവത്തിൽ വെളിപ്പാടെന്ന് പറയുന്നത്? ഞാൻ നിങ്ങളെ കടന്നപ്പം എൻ്റെ പാസ്റ്റർ ഒരു കാഴ്ചയാണ് എത്തിക്കുന്ന കാഴ്ചയാണ്. പ്രാർത്ഥിക്കാൻ ഇരുന്നത് എൻ്റെ തന്നെ ഭയങ്കര ഉറക്കം പറഞ്ഞാൽ ഭയങ്കര ഉറക്കം. പക്ഷെ കണ്ണടച്ചൊന്ന് കിടക്കാൻ തുടങ്ങിയുണ്ട്. കാഴ്ചകളുടെ പൂരം പുലകളി, ഈ എന്തുവാ പുലികളിയുവാ, മുഴുവൻ കാഴ്ചകൾ ഒന്നും ഭയങ്കര കാഴ്ചകളെ കാണുന്നു. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാനിരുന്നാൽ എനിക്ക് ഭയങ്കര ക്ഷീണവും ഭയങ്കര ഉറക്കവും ഒക്കെയാണ്. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ അബോധ മനസ്സിൽ നമ്മളിലേക്ക് രൂപപ്പെട്ടു വരുന്ന ഏതോ എങ്ങോ ഒക്കെ നമ്മൾ വായിച്ചോ കേട്ടോ കണ്ടോ ഒക്കെ കിടക്കുന്നത് റീകറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കാര്യപരിപാടിയല്ല വാസ്തവത്തിൽ ഈ വെളിപ്പാട് എന്ന് പറയുക. മറിച്ച് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് നല്ല കൃത്യമായ ബോധ്യമുള്ളപ്പോൾ, അറിവുള്ളപ്പോൾ, നമ്മളെ മനസ്സുണർന്നിരിക്കുമ്പോൾ, നമുക്ക് ചില സ്വീകരിക്കാൻ നമ്മൾ മനസ്സ് പാകപ്പെടുമ്പോൾ, വൈകാരികമായി നമ്മൾ പാകപ്പെടുമ്പോൾ, ഉണർത്തപ്പെടുമ്പോൾ, നമ്മുടെ ശരീരവും മനസ്സുമൊക്കെ അതിനുവേണ്ടി ഒരുക്കപ്പെടുമ്പോൾ, ഒന്നുകൂടി പറഞ്ഞാൽ ദൈവവിശുദ്ധിയുടെ പ്രമാണം അനുസരിച്ച് നമ്മൾ അതിനുവേണ്ടി പക്വമാകുമ്പോൾ നമ്മളിൽ ദൈവം ഉണർത്തിക്കുന്ന ദൈവികമായ ചിന്ത, അഥവാ അതിന്റെ പേരാണ് വാസ്തവത്തിൽ വെളിപ്പാട് എന്ന് പറഞ്ഞാൽ. നാളുകളിൽ സംഭവിക്കാൻ പോകുന്നത്, ഇന്നലകളിൽ സംഭവിച്ചതും ഇന്നുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നാളുകളിൽ സംഭവിക്കാൻ പോകുന്നതുമായ കാര്യപരിപാടികൾ, ദൈവിക പ്രവർത്തികളുടെ വിശദീകരണങ്ങൾ നമ്മൾ എന്ന് ദൈവവിശുദ്ധ സ്വീകരിക്കാൻ തക്ക പാകമായി എന്ന് ദൈവത്തിന് തോന്നുമ്പോൾ, നമ്മൾ ഉണ്ടാകുമ്പോൾ നമ്മളിലേക്ക് നൽകുന്ന ദാനത്തിന്റെ പേരാണ് വാസ്തവത്തിൽ വെളിപ്പാട്. മനസ്സിലായോ? അത് പ്രാർത്ഥിക്കുമ്പോഴാകാം, ധ്യാനിക്കുമ്പോഴാകാം, ബൈബിൾ വായനയിലാകാം, അതിനുവേണ്ടി കാത്തിരിക്കുമ്പോഴാകാം, നമ്മൾ മാനസികമായും ശാരീരികമായും എല്ലാ അർത്ഥത്തിലും, ഒന്നുകൂടി ഞാൻ പറയുന്നു, എല്ലാ അർത്ഥത്തിലും ദൈവത്തിന്റെ അരുളപ്പാട് സ്വീകരിക്കാൻ നമ്മൾ ഒരുക്കപ്പെട്ടു എന്ന് ദൈവത്തിന് തോന്നുന്ന ഒരു നിമിഷമുണ്ട്. ആ നിമിഷം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയുടെ വിശദീകരണ കുറിപ്പാണ് വാസ്തവത്തിൽ വെളിപ്പാടെന്ന് പറയുന്നത്. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അത് കാണുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല. അത് കണ്ടുകൊണ്ട് നമ്മൾ വിശ്വാസത്തിൽ പിന്മാറി പോകത്തൊന്നുമില്ല. നല്ല കാഴ്ചയാണെങ്കിൽ കണ്ടുകൊണ്ടേ ഇരിക്കുക, ഒരു കുഴപ്പവുമില്ല. പിന്നെ ആ കാഴ്ചയുടെ പിറകിൽ എന്താണെന്ന് അന്വേഷിച്ച് പോകാതിരുന്നാൽ മാത്രം മതി. നമ്മൾ അങ്ങനെയുള്ള പോക്കാണ് ഏറ്റവും ബലഹീനവും നമുക്ക് പലപ്പോഴും ദൈവത്തിൽ നകന്നു പോകാൻ സാധ്യതയുള്ളൂ. ഞാൻ പറഞ്ഞത്, ദൈവം നമുക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിലൊരു അതിഥി വരുമ്പം നമ്മൾ അന്നെടുക്കുന്ന ചില സംഗതിയുണ്ട് അല്ലെ, അന്നെടുക്കുന്ന ചില പ്ലേറ്റുകളുണ്ട് അല്ലെ, അന്നെടുക്കുന്ന ചില പാത്രങ്ങളുണ്ട്, അന്ന് മാത്രം എടുക്കുന്ന അല്ലെ. ഒരതിഥിയും വരാതെ എത്രയോ നാളായി ആ പ്ലേറ്റുകളൊക്കെ എത്ര നാളായിട്ട് ആഗ്രഹിക്കുന്നു, ഒന്ന് കറി വിളമ്പിയിരുന്നെങ്കിൽ അല്ലെ, ഒന്ന് ഭക്ഷണം വിളമ്പിയിരുന്നെങ്കിൽ. പോട്ടെ, ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? അന്ന് ഈ അതിഥി വരുമ്പോൾ നമ്മൾ ഈ പിള്ളേരെ വിടുവോ ആ അടുത്തുനിന്ന് വരാൻ വേണ്ടി? ഏറ്റവും ഏറ്റവും വിലപിടിപ്പുള്ള പാത്രങ്ങൾ അല്ലെ, ചിലപ്പം പിള്ളേരെന്ത് ചെയ്യും, എടുത്തോണ്ട് ഇങ്ങനെ വരുമ്പോൾ ഓടിച്ച് നമ്മളെന്ത് ചെയ്യും, പിടിക്കും. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? പിള്ളേർ അതിനെ പക്വതയായില്ല, നമുക്കറിയാം. അപ്പൊ നമുക്കറിയാം, നമ്മുടെ കയ്യിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമുക്കത് ഏറ്റവും ആയാസരഹിതമായി, വളരെ ലളിതമായിട്ട് നമുക്കൊരു കാര്യം അത് വ്യാപാരം ചെയ്യാൻ, അല്ലെങ്കിൽ ക്രയവിക്രയം ചെയ്യാൻ, കൊടുക്കാനും വാങ്ങാനും കഴിയുന്ന ഒരു അവസ്ഥയിൽ എന്ന് നമ്മൾ മാനസികമായും ശാരീരികമായും എല്ലാ അർത്ഥത്തിലും എത്തിച്ചേരുവോ, അന്ന് നമ്മളിൽ പകരുന്ന ഒന്നാണ് വാസ്തവത്തിൽ വെളിപ്പാട് എന്ന് ചിന്തിക്കണം. എൻ്റെ ഒരു വലിയ ഭാഷ്യമാണ്. എന്താ കാര്യം അറിയാമോ? ലഭിക്കുന്നത് ദൈവികതയായതുകൊണ്ട്, ദൈവത്തിന്റെ സ്വത്തായതുകൊണ്ട് ഇത് കൈകാര്യം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ നാവായി തന്നെ പറയണം എന്നുള്ളത്. മനസ്സിലായോ? അതുകൊണ്ടാണ് പഴയ നിയമ പ്രവാചകന്മാരൊക്കെ ദൈവം അരുളി ചെയ്തെന്നാൽ, ദൈവത്തിന്റെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ, ഇന്നങ്ങനെയാണോ? അല്ലെ, ഞാൻ നിന്നോട് പറയുന്നു. ഇനി ശ്രദ്ധിച്ചേ, നമ്മൾ ശരിയല്ല എന്ന് പറയാൻ വേറെ ആദ്യം ശരിയല്ല എന്ന് പറയാൻ കട്ടപ്പന ഒരാൾ വന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ശരിയല്ല എന്ന് എനിക്കറിയില്ലേ? അല്ലെങ്കിൽ ഞാൻ ആരാന്നുള്ളത് എനിക്ക് നന്നായി അറിയില്ലേ? അത് പറയാൻ
ഞാനിതിനൊന്നും നിഷേധിക്കുന്ന ആളല്ല, ഇതൊക്കെ സ്വീകരിക്കുന്ന ആളാ, അത് വെച്ച് പ്രാർത്ഥിക്കുന്ന ആളാ. ഇന്നും എന്നോട് കേട്ട ദൈവാലോചന വെച്ച് എത്രയോ നാളുകളായി ഞങ്ങൾ എന്തെല്ലാം വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നു. തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മൾ ഇതിന് പ്രഖ്യാപിക്കേണ്ടത്, ഞാൻ ദൈവിക എള്ളപ്പാടായി പ്രഖ്യാപിക്കുന്ന ദൈവത്തിന്റെ നാവായതുകൊണ്ട്, ഒന്നുകൂടി പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വത്തായതുകൊണ്ട് ആ ഒരു ബലത്തിൽ വേണം പറയാൻ. ഇനി ഒന്നുകൂടെ പറഞ്ഞ് ശ്രദ്ധിച്ചേ, നമ്മുടെ സുവിശേഷ പ്രഭാഷണ വേദികളൊക്കെ ഇന്ന് നിങ്ങളൊന്ന് വിലയിരുത്തിയാൽ മതി. എന്റെ അപ്പൻ ചത്തുപോയ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. അതാണ് സുവിശേഷം എന്ന് പറഞ്ഞത്, അല്ലേ? കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ചു എന്നുള്ള കാര്യം, അതാ സുവിശേഷം, അല്ലേ? അതല്ലേ സുവിശേഷം? അതെ, അതാ സുവിശേഷം. എന്റെ അപ്പൻ ചത്തുപോയെന്ന് ഞാൻ ചിരിച്ചോണ്ടാണ് പറയുന്നത്. ഞാനിങ്ങനെ എന്റെ പൊന്നെ ഒന്ന് പറഞ്ഞു കേട്ടോ, ഒരു പണിയില്ല ഇരിക്കുകയായിരുന്നു വീട്ടിൽ. ആകെ സന്താനാണ് അച്ഛൻ മരിച്ചത്. അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്തു, ഒന്നും പറയണ്ട, പെട്ടെന്ന് ആൾക്കാരെല്ലാം വന്ന് വലുതായിട്ടും പിന്നെ ആളായി ബഹളമായി. പിന്നെ വൈകിട്ട് ചെന്നെ കുളിപ്പിച്ച് ഞങ്ങൾ മോർച്ചിൽ കൊണ്ടുവന്നു, എല്ലാവരും പാട്ടുകാർ വന്നു. ചുരുക്കം പറഞ്ഞാൽ ഇന്ന് കടുകാപ്പി ഉളപ്പിച്ച് കുടിപ്പിച്ച് അല്ലെങ്കിൽ ചായ ഇട്ട് അടിപൊളി പരിപാടി. പിറ്റേ ദിവസം രാവിലെ നമ്മൾ എന്ത് ചെയ്തു, കൊണ്ട് അടക്കി BP ബണ്ണും പഴവും കൊടുത്തു, അല്ല നമ്മൾ അടിപൊളി ബർഗറോ കൊടുത്ത് അല്ലെ സെറ്റപ്പ് ആക്കി. ചുരുക്കം പറഞ്ഞ അങ്ങനെ ആ മൂഡ് ഓഫ് പോയി. ഇതാണ് വാസ്തവത്തിൽ നമ്മുടെ അച്ഛൻ മരിച്ച കാര്യം പറയുന്നത്. നമ്മൾ അങ്ങനെയാണ്. എന്റെ പിതാവ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ, എന്റെ പിതാവ് ഈ കോവിഡ് സമയത്ത് മരിച്ചുപോയി, ലോകത്തോട് യാത്ര പറഞ്ഞു. അത് ഞങ്ങൾ ദഹിപ്പിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അതൊക്കെ ഓർക്കുമ്പോൾ ഇന്നും അതിന്റെ ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോഴും വിരലിലേക്ക് എടുത്ത് വെക്കുന്നതും, അതിനുശേഷം എൻ്റെ വീട്ടിൽ വന്ന്, ഞങ്ങളുടെ വീട്ടിൽ വന്നു, ഈ അലമാരി തുറന്നപ്പം ഇങ്ങനെ തുണികൾ ഇങ്ങനെ തേച്ച് നല്ല വൃത്തിയായിട്ട് അടുക്കി വെച്ചത് അതിങ്ങനെ എൻ്റെ ദേഹത്തേക്കായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ വാവിട്ട് നിലവിളി. ഞാൻ പറഞ്ഞ താല്പര്യം, ഇത് നമ്മള് ഇതൊക്കെ ഓരോരോ ഓർമ്മകളായി നമ്മളിലേക്ക് വരും. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ പിതാവ് മരിച്ച കാര്യം നമ്മൾ എത്ര ലളിതമായിട്ടാണോ, എത്ര ഒരു കൂസലുമില്ലാതെ, ഒരു ഗൗരവമില്ലാതെ, ഒരു രസം പെരുമാറാണോ പറയുന്നത്? അല്ല, നമ്മൾ എത്രയും ചങ്ക് പൊട്ടാമോ അത്രയും ചങ്ക് പൊട്ടിയാ നമ്മൾ പറയും. മനസ്സിലായോ? സുവിശേഷം പങ്കുവെക്കേണ്ടതും അങ്ങനെ തന്നെയാണ്. ദൈവത്തിന്റെ അരുളപ്പാട് പങ്കുവെക്കേണ്ടതും അങ്ങനെ തന്നെയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, ദൈവത്തിന്റെ വെളിപ്പാട് പറയുമ്പോൾ ദൈവത്തിന്റെ സ്വത്തിന്റെ ഭാഗ ഉടമ്പടി ചെയ്ത കാര്യം, എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം നൽകിയ സ്വത്ത് ഇതാണെന്ന് കൃത്യമായി പറയേണ്ടത് ആ വേദനയോടുകൂടി, ആ ഗൗരവത്തിനായിരിക്കണം. അപ്പൊ ഞാൻ ചുരുക്കം പറഞ്ഞാൽ ഇതാണ് വെളിപ്പാട് എന്ന് പറഞ്ഞാണ് ഞാൻ മനസ്സിലാക്കിയത്. രണ്ടാമത്, ആത്മീയ അനുഭവങ്ങളിൽ ലഭിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അവിടെ നമ്മുടെ സ്പിരിച്വൽ എക്സ്പീരിയൻസ്. എന്താണ് സ്പിരിച്വൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ, നമ്മൾ എന്താണ് നമ്മുടെ ആത്മീയതയിൽ നിന്നും, നാം കണ്ടെത്തിയ സത്യത്തിൽ നിന്നും, നാം ഇന്ന് നടത്തുന്ന നയങ്ങളിൽ നിന്നും നമ്മൾ ലോകത്തോട് വിളിച്ചു പറയാൻ, എനിക്ക് വ്യക്തിപരമായി എന്താണ് നേട്ടം എന്ന് നമ്മൾ പറയാൻ നമ്മൾ ധൈര്യപ്പെടണം. അവിടെയാണ് നമ്മൾ വിശ്വസിക്കുന്ന സത്യത്തിന് വിജയം ഉണ്ടാകുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം, നമ്മൾ വിശ്വസിക്കുന്ന സത്യ പ്രമാണം, നമ്മൾ വിശ്വസിക്കുന്നതാണ് ശരിയെന്ന് ലോകത്തോട് വിളിച്ചു പറയണമെങ്കിൽ ആ ശരി നന്നായി എനിക്ക് ബോധ്യമാകണം. അതെനിക്ക് അനുഭവിക്കാൻ ഇടയായിത്തീരണം. മനസ്സിലായോ? ഇതിന്റെ സകല നന്മകളും, ഇതിനകത്തുള്ള സകല നന്മകളും, എന്തെല്ലാം നന്മയുണ്ടോ അതെല്ലാം, എന്തെല്ലാം ശരികളുണ്ടോ ആ എല്ലാ ശരികളും, എന്തെല്ലാം അറിവുകളുണ്ടോ ആ എല്ലാ അറിവുകളും, എന്തെല്ലാം എനിക്ക് സ്വീകരിക്കാൻ പറ്റിയിട്ടുണ്ടോ അത് മുഴുവൻ എന്ത് ചെയ്യണം, എനിക്ക് ശരിയാണെന്ന് ആദ്യം ഞാൻ വിശ്വസിക്കണം, ഞാൻ മനസ്സിലാക്കണം, എനിക്ക് ബോധ്യമുണ്ടാകണം. എന്നിട്ട് നമ്മൾ ഷെയർ ചെയ്യണം. അവിടെയാണ് മറ്റുള്ളവരെയും സ്വാധീനിക്കാൻ കഴിയുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വാസ്തവത്തിൽ ക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ ഈ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പൗലോസ് ഉപയോഗിക്കാൻ ഇടയായി തീർന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നോട്ട് ഇതിന്റെ പിന്നാലെ നാളെ രാവിലെ എത്താകാം. ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇരിക്കുക. നാളെ അതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ക്രിസ്തുവിന്റെ സ്വഭാവം തുടങ്ങിയുള്ള കാര്യങ്ങൾ നമുക്ക് പൗലോസിന്റെ ലേഖനങ്ങളിലൂടെ പഠിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിലും ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനോടും ജോയിൻ ചെയ്ത എല്ലാവരോടും പ്രത്യേക നന്ദി. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ നാളെ നമ്മുടെ ചാപ്പൽ സർവീസ് നടക്കുന്നതാണ്. നിങ്ങളെല്ലാവരും ചാപ്പൽ സർവീസിന് അറ്റൻഡൻസ് വളരെ കുറവാണ്. എനിക്കറിയാം, ശനിയാഴ്ച വൈകിട്ട് നിങ്ങൾക്ക് യോഗമൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം. എങ്കിലും നാളെ എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യണം. വളരെ അനുഗ്രഹീത ദൈവദാസൻ PG മാത്യൂസ്, വളരെ സീനിയർ ഒരു ദൈവദാസനാണ്, നിങ്ങൾക്കൊക്കെ പരിചിതനാണ്. നമ്മുടെ ബൈബിൾ കോളേജിൽ കഴിഞ്ഞ കാലങ്ങളിൽ തിയോളജി, സിസ്റ്റമാറ്റിക് തിയോളജി ഒക്കെ പഠിപ്പിച്ച അനുഗ്രഹീത ദൈവദാസനാണ്. താൻ നാളെ ദൈവവചനം ശുശ്രൂഷിക്കും. അതുപോലെ തന്നെ ന്യൂയോർക്കിൽ നിന്നുള്ള പ്രിയ സിസ്റ്റർ എലിസബeth തോമസ് കുടുംബം
ദൈവവചനം പാട്ടുപാടി നമ്മളെ സഹായിക്കും. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും 8 മണിക്ക് തന്നെ ജോയിൻ ചെയ്യണം. നിങ്ങളുടെ സാക്ഷ്യങ്ങളും ഒക്കെ പറയാനുള്ള അവസരങ്ങളുണ്ട്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് പിരിയാം. കർത്താവിന്റെ ദാസി സിസ്റ്റർ ശാന്തമ്മ മാത്യു അവസാനമായി പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ ദാസൻ ആശീർവാദം പറയുകയും ചെയ്യും. സിസ്റ്റർ ശാന്തമ്മ മാത്യു അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കാമോ? ഇല്ലേ? ഓക്കെ. എന്നാ പാസ്റ്റർ ജോയ്ക്കുട്ടി പ്രാർത്ഥിച്ചാട്ടെ. പാസ്റ്റർ ജോയ്ക്കുട്ടി പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ ദാസൻ ഷാജിക്ക്. കാരുണ്യവാനായ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായിരിക്കുന്ന ഈ പുതിയ രാത്രിയില് അല്പസമയം കർത്താവിന്റെ പാതപ്പെടുത്തിരുന്ന കർത്താവിനെ കുറിച്ചും താവേ അവിടുത്തെ ദാസനായിരിക്കുന്ന പൗലോസിനെ സ്വാധീനിച്ച ചിന്തകളെ കുറിച്ചൊക്കെ ആഴമായി ഞങ്ങൾക്ക് പഠിപ്പാൻ തക്കവണ്ണം കൃപ നൽകിയതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ആഴങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ കർത്താവിന്റെ വിലപ്പെട്ട ദാസനെ ദൈവം കരങ്ങൾ ഉപയോഗിച്ചത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു ദാസനെ ശക്തിയോടെ പ്രയോജനപ്പെടുത്തുന്നതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദാസനെയും തന്റെ കുടുംബത്തെയും തന്റെ ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്നതിനായി കർത്താവെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ ലഭിക്കുന്ന ക്ലാസ്സുകൾ ജീവിതത്തിലും ശുശ്രൂഷയിലും പ്രയോജനപ്പെടുവാൻ തക്കവണ്ണമിടയാക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സകല അധ്യാപകർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ കർത്തൃദാസന്മാരെയും അവരുടെ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ കോളേജിന്റെ പ്രവർത്തനങ്ങളെ കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ. അനേകർക്കത് പ്രയോജനപ്പെടുവാനിടയാക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നാളെ നടക്കുന്ന ചാപ്പൽ സർവീസിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അറ്റൻഡ് ചെയ്യുവാൻ എല്ലാവരെയും ബലപ്പെടുത്തണമേ. നാളത്തെ വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവമിടയാക്കണം. കർത്തൃദാസനെ ബലപ്പെടുത്തണമേ. കർത്താവെ, സംഗീത ശുശ്രൂഷ നിർവഹിക്കുന്നവരെ കർത്താവ് ബലപ്പെടുത്തണം. ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളെയും എല്ലാ ദൈവമക്കളെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ക്ലാസ് അവസാനിപ്പാൻ തക്കവണ്ണം ദൈവം വിളിയാക്കണമേ. ഇനിയും പലരെയും കൂടെ കൂട്ടിച്ചേർക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പരസ്പരം പിരിയുന്നു. കർത്താവിന് സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഒരുമിച്ച് കൂടുവരെയും കൃപയിൽ ഞങ്ങളെ പൊതിയണമേ. പ്രാർത്ഥന യാതിനെ കർത്താവ് കേട്ടത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി പ്രൈസ് ദി ലോർഡ്. ഇന്ന് കടന്നു വന്ന് വചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസൻ ഷാജൻ പാറക്കടവിലുള്ള നന്ദിയെയും സ്നേഹത്തെ അറിയിക്കുന്നു. വചനം പഠിക്കാൻ വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മൾ സാധാരണ പറയാനുള്ളതുപോലെ നമുക്ക് ഇനിയും ആളുകളെ ചേർക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. ഇന്ന് രാവിലെ നമ്മുടെ സിസ്റ്റർ മേഴ്സി ഫിലിപ്പ് 2 ആൾക്കാരുടെ പേര് തന്നു. ഞാൻ അവരെ ചേർത്തു. അങ്ങനെ ഓരോരുത്തര് ഈ 2 പേരെ കൊണ്ടുവന്നാൽ നമുക്ക് നമ്മുടെ ക്ലാസ് വളരെ ഒരു വലിയൊരു ഗ്രൂപ്പായി നമുക്ക് മാറ്റുവാൻ സാധിക്കും. നിങ്ങളത് ശ്രമിക്കണം. മറ്റുള്ളവരോട് പറയുക, മറ്റുള്ളവരെ ചേർക്കുക. നിങ്ങളുടെ കുടുംബങ്ങളിലുള്ളവര്, കൂട്ടുകാര്, അവരൊക്കെ വന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. നാളത്തെ ചാപ്പൽ സർവീസ് എല്ലാവരും കടന്നു വരിക, മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുക. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആശീർവാദത്തോടെ നമുക്ക് കടന്നു പോകാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നിർത്തുന്ന വിശുദ്ധാത്മാവിന്റെ സംസർഗം കൂട്ടായ്മയും കാവലും നമ്മൾ ഓരോരുത്തരോട് കൂടെ നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടുകൂടെയും ഇന്ന് വചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസനോടും കടന്നു വന്ന് വചനം പഠിച്ച എല്ലാ ദൈവ മക്കളോടും നമ്മുടെ ഈ കോളേജിനോട് കൂടെയും ഇന്നു മുതൽ എന്നേക്കും കർത്താവിന്റെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുയേശുവിന്റെ കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവേ, അങ്ങ് വരണമേ. ഗോഡ് ബ്ലസ് യു. See you tomorrow. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. നാളെ നമ്മളൊക്കെ കാണാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ എല്ലാവരും ജോയിൻ ചെയ്യുക. ഇനി 8 മണി ഏർലി ആണോ? 8 മണി ഏർലി ആണെങ്കിൽ വേണേൽ 8:30 ആക്കാം, അല്ലെ 9 നിങ്ങളുടെ പ്രെയർ ഒക്കെ കൊണ്ടാണോ നേരത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിക്കുക. നമുക്ക് അതിനുള്ള ക്രമീകരണം ചെയ്യാം. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. താങ്ക് യു പാസ്റ്റർ. Thank you.